റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ കുതിരക്കാരനും വാസുദേവനും കണ്ടു. ഒരു കടവാവൽ കുതിരയുടെ ദേഹത്തിരിക്കുന്നു. വളരെ വലിയ ഒരു വവ്വാൽ. അത് അവരെ നോക്കി പല്ലിളിക്കുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് 2 തീഗോളം. ഇരുവശങ്ങളിലുമുള്ള കോമ്പല്ലുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതിൽ നിന്നും രക്തമൊഴുകുന്നു. സാവകാശം അത് തന്റെ പല്ലുകൾ കുതിരയുടെ ദേഹത്തമർത്തി. കുതിര വല്ലാത്ത ശബ്ദം പുറപ്പെടുവിച്ചു. ഒന്ന് കുടഞ്ഞ ശേഷം കുതിര മുന്നോട്ട് കുതിച്ചു. അതേ നിമിഷം ആ കടവാവൽ മുകളിലേക്ക് പറന്നു പോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മൺകുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഹൊറർ നോവലുമായിട്ടാണ്. PK ജഗദീഷിൻ്റെ വിജനവീഥി എന്ന ഹൊറർ നോവലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഇനി നമുക്ക് വിജനവീഥിയിലേക്ക് കടന്നാലോ. വർഷം 1979 മാർച്ച് 13 രാത്രി 10:45 PM. കൊല്ലിയാങ്കോട് റെയിൽവേ സ്റ്റേഷൻ ആളൊഴിഞ്ഞ പ്ലാറ്റ്ഫോം. ഇത് കേരളത്തിലെ ഒരു ആൾത്തിരക്കില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ്. രാജഭരണകാലത്ത് പണി കഴിപ്പിച്ചത്. ലോക്കൽ പാസഞ്ചർ ട്രെയിൻ മാത്രം വരുന്ന ഈ ഉൾനാടൻ ഗ്രാമപ്രദേശത്തെ സാധാരണക്കാരുടെ ആശ്രയമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. കോവിലകങ്ങളും ആൾസഞ്ചാരം തീരെയില്ലാത്ത തെങ്ങിൻ തോപ്പുകളും കുറ്റിക്കാടുകളും സർപ്പക്കാവുകളും. കൊല്ലിയാങ്കോട് വളരെ ചെറിയൊരു ടൗണാണ്. ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കവല. വികസനം ഒട്ടും എത്തിപ്പെടാത്ത ഒരു പ്രദേശം. പ്ലാറ്റ്ഫോമിൽ തെളിഞ്ഞു നിൽക്കുന്ന മങ്ങിയ ബൾബുകൾക്ക് പ്രകാശം പോരെന്ന് തോന്നിക്കും. അകലെ നിന്നും ട്രെയിനിൻ്റെ ചൂളം വിളി. കറുത്ത പുക തുപ്പിക്കൊണ്ട് കൽക്കരി തിന്ന് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നു. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി. വാസുദേവൻ. ഹൊറർ ഫിലിം തിരക്കഥാകൃത്താണ്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ലോഡ്ജാണ് താമസിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഈ സ്ഥലം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അന്ധവിശ്വാസങ്ങളാണ് അയാളുടെ പുതിയ കഥ. പുറത്തു നിന്നും ഒരു ശല്യവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് പോകുന്നത്. പുറത്തേക്ക് നടന്നു. പുറത്തെത്തി അയാൾ ചുറ്റും നോക്കി. ഓടിട്ട 1-2 മുറുക്കാൻ കടകൾ, തെങ്ങിൽ മെടഞ്ഞ ഓലകൾ കൊണ്ടുള്ള 2-3 കടകൾ എന്നിവ അവിടെ കാണാം. എല്ലാം അടഞ്ഞു കിടക്കുന്നു. വിജനമാണ്. തടിയുടെ പോസ്റ്റിൽ കത്തി നിൽക്കുന്ന ഒരു വിളക്ക്. കവലയിൽ നിന്നും വഴികൾ പലതായി തിരിഞ്ഞു പോകുന്നു. കാളവണ്ടികൾ, കുതിരവണ്ടികൾ എന്നിവ യാത്രക്കാരെയും കാത്ത് അവിടെയും ഇവിടെയും ആയി നിൽക്കുന്നു. ലാസ്റ്റ് ട്രെയിൻ വരുമ്പോൾ കിട്ടുന്ന യാത്രക്കാരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവർ. ട്രെയിനിൽ വന്നവർ ഓരോ വണ്ടികളിൽ കയറി പല വഴിക്ക് പോയി. തൻ്റെ സിനിമയ്ക്ക് പറ്റിയ സ്ഥലം. പെട്ടെന്ന് പുറകിലൊരു കുതിരയുടെ കരച്ചിൽ. തിരിഞ്ഞു നോക്കി. സമീപത്തായി ഒരു കുതിരവണ്ടി. കറുത്ത കുതിര. വണ്ടിക്കുള്ളിൽ 70-നോടടുത്ത പ്രായമുള്ള ഒരാൾ. കരിമ്പടം കൊണ്ട് മൂടി പുതച്ചിരുന്ന അയാളുടെ കണ്ണുകൾ ചോര പോലെ ചുവന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. കുതിരവണ്ടിയിൽ ഒരു റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം മാത്രം. എങ്ങോട്ടാ ഈ നേരത്ത്? അയാളുടെ ശബ്ദം വളരെ പരുക്കനായിരുന്നു. കവിടിപ്പാലം. അവിടെ മൺട്രോ ലോഡ്ജിലാണ് പോകേണ്ടത്. അത് കേട്ട് കുതിരവണ്ടിക്കാരൻ്റെ പുരികം വില്ല് പോലെ വളഞ്ഞു. അങ്ങോട്ട് പോകുന്നത് പുലർച്ചെ ആയാൽ പോരെ? ഇപ്പോൾ പോകണം. ഈ തണുപ്പത്ത് ഇവിടെ എങ്ങനെ? വാസുദേവൻ ചോദ്യഭാവത്തിൽ കുതിരക്കാരനെ നോക്കി. പോകാൻ തന്നെയാണോ തീരുമാനം? പരുക്കൻ ചോദ്യം. അതെ. എങ്കിൽ കേറിക്കോ. വേറെ വണ്ടിയൊന്നും വരികയില്ല. സമയം ഇത്രയായില്ലേ, ഞാൻ കൊണ്ടുവിടാം. വാസുദേവൻ കുതിരവണ്ടിയുടെ പുറകിൽ കയറി. ഇവിടെ ആദ്യമായാണോ? ഇവിടെ നിന്ന് ആരും 8 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് ആരും പോകാറില്ല. അങ്ങോട്ടുള്ള വഴി വളരെ മോശമാണ്. ആ പ്രദേശവും. രാത്രിയായാൽ ആ പ്രദേശത്തേക്ക് പോകുവാൻ പേടിയാണ് എല്ലാവർക്കും. ദുർമരണങ്ങളും ദുർനിമിത്തങ്ങളും അവിടെ പതിവാ. പ്രേതവും ഭൂതവും. ഇവിടെ എന്തിനു വന്നതാ? ഞാനൊരു സിനിമയ്ക്ക് കഥ എഴുതുവാൻ വന്നതാണ്. പ്രേതകഥയാണ്. ഓഹോ. കുതിരക്കാരൻ ഒന്ന് മൂളി. തിരിച്ചു വന്നാൽ വന്നു. അയാൾ പിറുപിറുത്ത് വാസുദേവൻ കേട്ടു. കഥ എഴുതാൻ എടുത്തു ചാടി ഇങ്ങോട്ട് വന്നത് അബദ്ധമായോ? മനസ്സിൽ ഓരോന്നോർത്തിരുന്നു. വിധിയെ തടുക്കാൻ ബ്രഹ്മാവിനും കഴിയില്ല എന്നല്ലേ. വരുന്നത് വരട്ടെ. സൂക്ഷിച്ചിരുന്നോ. വഴിയിൽ വെളിച്ചം കുറഞ്ഞു വരുക. മുന്നോട്ടുള്ള വഴിയും മോശമാ.
കുതിരവണ്ടി ആടിയും കുലുങ്ങിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മുൻപോട്ട് പോകുന്തോറും വഴി വീതി കുറഞ്ഞതും ദുർഘടം പിടിച്ചതും ആയി വന്നു. ഇരുവശത്തും ഇടതൂർന്ന മരങ്ങളും ചെങ്കുത്തായ കൊക്കകളും. ഇരുളിൻ്റെ കട്ടി കൂടി വരുന്നു. റാത്തൽ വിളക്കിൻ്റെ വെളിച്ചം മാത്രം. 5 പേര് 6 മാസം മുൻപ് രാത്രിയിൽ താഴെയുള്ള കൊക്കയിലേക്ക് പോയി. ഇന്നുവരെ ശവം പോലും കിട്ടിയില്ല. കുതിരക്കാരൻ്റെ വാക്കുകൾ ഭയത്തിൻ്റെ ചെറിയ വിത്തുകൾ മനസ്സിൽ പാകി. എങ്കിലും പുറത്ത് കാണിച്ചില്ല. വ്യത്യസ്തമായ ഒരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ ഇറങ്ങി തിരിച്ചതാണ്. അത് അപകടത്തിൽ കലാശിക്കാതിരുന്നാൽ മതിയായിരുന്നു. വഴികൾക്ക് ഇരുവശത്തും നിൽക്കുന്ന കരിമ്പനകൾ ഇരുളിൽ ഏതോ പൈശാചിക ശക്തികളുടെ വാസസ്ഥലം പോലെ തോന്നിച്ചു. ഇടയ്ക്ക് കാറ്റ് വീശുമ്പോൾ കടവാവലുകൾ കൂട്ടമായും ഒറ്റയായും പറക്കുന്നു. ഇരുളിൽ നിന്നും ചീവീടുകളുടെ ചെവി തുളയ്ക്കുന്ന ശബ്ദം നിശബ്ദതയെ തകർക്കുന്നു. മഴ പെയ്യുമെന്ന് തോന്നുന്നു. മഴ പെയ്താൽ ഇന്നിനി തിരിച്ച് എനിക്ക് വരാൻ പറ്റില്ല. ഉരുളുപൊട്ടുന്ന സ്ഥലമാണ്, കുതിരക്കാരൻ പറഞ്ഞു. ഇന്നെൻ്റെ കൂടെ കൂടാം അവിടെ, വാസുദേവൻ പറഞ്ഞു. കുറച്ചുകൂടി മുൻപോട്ട് പോയതും കുതിര എന്തോ കണ്ട് ഭയന്ന പോലെ നിന്നു. അത് ചിനയ്ക്കാൻ തുടങ്ങി, ശബ്ദത്തോടെ കരയാനും. എന്തുപറ്റി? ആകാംക്ഷയോടെയും അതിലുപരി പരിഭ്രാന്തിയോടെയും വാസുദേവൻ ചോദിച്ചു. അറിയത്തില്ല, വെള്ളം കുടിക്കാനാവും. നോക്കട്ടെ. അയാൾ താഴെ ഇറങ്ങി. വെള്ളം എടുത്തു കൊടുത്തു. കുറച്ച് കുടിച്ച ശേഷം കുതിര തലയാട്ടി. അയാൾ കുതിരയുടെ മുഖത്ത് തലോടിയ ശേഷം വീണ്ടും കുതിരവണ്ടി മുന്നോട്ടോടിച്ചു. എന്നാൽ വീണ്ടും കുതിര നിന്നു. എന്തുപറ്റി? കുതിരക്കാരൻ കുതിരയെ തലോടുകയും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടും കുതിര അനങ്ങുന്നില്ല. പെട്ടെന്നൊരു മിന്നൽ. വണ്ടിയിൽ എന്തോ ഒന്ന് വന്നിടിച്ച പോലെ. ഒപ്പം ഒരലർച്ചയും. പുറത്ത് എന്തൊക്കെ ഒച്ചയും ചിറകിട്ടടിക്കുന്ന പോലെയുള്ള ശബ്ദ കോലാഹലങ്ങൾ. റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കുതിരക്കാരനും വാസുദേവനും കണ്ടു ഒരു കടവാവൽ കുതിരയുടെ ദേഹത്തിരിക്കുന്നു. വളരെ വലിയ ഒരു വവ്വാൽ. അത് അവരെ നോക്കി പല്ലിളിക്കുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് 2 തീഗോളം. ഇരുവശങ്ങളിലുമുള്ള കോമ്പല്ലുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതിൽ നിന്നും രക്തമൊഴുകുന്നു. സാവകാശം അത് തൻ്റെ പല്ലുകൾ കുതിരയുടെ ദേഹത്തമർത്തി. കുതിര വല്ലാത്ത ശബ്ദം പുറപ്പെടുവിച്ചു. ഒന്ന് കുടഞ്ഞ ശേഷം കുതിര മുന്നോട്ട് കുതിച്ചു. അതേ നിമിഷം ആ കടവാവൽ മുകളിലേക്ക് പറന്നുപോയി. കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ കുതിര ഭ്രാന്തമായി പാഞ്ഞു. കുതിരക്കാരെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. വാസുദേവൻ സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് വണ്ടിയിൽ അള്ളിപ്പിടിച്ചിരുന്നു. കുതിരയ്ക്കൊന്നു പിഴച്ചാൽ എല്ലാം താഴെ കൊക്കയിലേക്ക് പോകും. അതോടെ തീരും എൻ്റെ എല്ലാം. രാത്രിയുടെ നിശബ്ദതയിൽ കുതിരക്കുളമ്പടിയും വണ്ടിയിൽ തൂക്കിയ മണിയുടെ ഒച്ചയും അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിയന്ത്രണമില്ലാത്ത കുതിരയുടെ പാച്ചിലിൽ മരണത്തിൻ്റെ മണമുണ്ടെന്ന് വാസുദേവന് തോന്നി. വണ്ടി കുണ്ടും കുഴിയിലും വീണു. ആടി ഉലഞ്ഞുകൊണ്ടിരുന്നു. കുതിരവണ്ടിയുടെ വേഗം കുറഞ്ഞു വന്നു. രക്ഷപ്പെട്ടു, കുതിരക്കാരൻ പറഞ്ഞു. രാവിലെ വന്നാൽ പോരായിരുന്നു. ഇതുപോലെയുള്ള പ്രദേശത്തേക്ക് വരുമ്പോൾ സൂക്ഷിച്ചു വരണം. വീട്ടിൽ കെട്ടിയോളും 2 പിള്ളേരുമുണ്ട്. ഇന്നൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാ വന്നതിങ്ങോട്ട്. നിങ്ങളുടെ പേരെന്താ? വാസുദേവൻ ചോദിച്ചു. വികുലൻ സനം, കുതിരക്കാരൻ പറഞ്ഞു. ഈ വണ്ടി ഓടിച്ചാലൊന്നും പട്ടിണി മാറുകയില്ല സാറേ. പെട്ടെന്ന് കുതിരവണ്ടി ഒന്നിളകി. ഭ്രാന്ത് പിടിച്ച പോലെ കുതിര കുതറി. കുതിരക്കാരൻ ഒരലർച്ചയോടെ പുറത്തേക്ക് തെറിച്ചു വീണു. കുതിര വീണ്ടും മുന്നോട്ട് കുതിച്ചു. ഒരു കാറ്റ് വീശി. പച്ച ചോരയുടെ ഗന്ധം അവിടെ പടരുന്നു. പുറത്തേക്ക് വീണ കുതിരക്കാരൻ എവിടെ? പാഞ്ഞുകൊണ്ടിരിക്കുന്ന കുതിരവണ്ടിയിലിരിക്കുന്ന തനിക്ക് എന്ത് ചെയ്യാനാവും? പെട്ടെന്ന് ഒരു പ്രകാശപൂരിതമായ ഒരു മിന്നൽ. പുറകിൽ കടന്നു വന്ന വഴിയിൽ ഒരു കറുത്ത രൂപം. സ്ത്രീയുടെ ഉടലും കടവാവലിൻ്റെ മുഖവുമുള്ള ഒരു ഭീകര രൂപം. കയ്യിൽ കുതിരക്കാരൻ്റെ ശരീരം വലിച്ചു കീറിയ നിലയിൽ. കുടൽമാലകളും മറ്റും തൂങ്ങിക്കിടക്കുന്നു. രൂപത്തിൻ്റെ കടവായിൽ നിന്നും രക്തമൊഴുകുന്നു. കുതിരവണ്ടിക്ക് നേരെ നോക്കി ആ രൂപം ഒരലർച്ച. ഉള്ളു കിടുങ്ങി ദേഹം തളരുന്നത് പോലെ വാസുദേവന് തോന്നി. ദേഹം വിറയ്ക്കുന്നു. ആ രൂപം കയ്യിലിരുന്ന വലിച്ചു കീറിയ കുതിരക്കാരൻ്റെ ശരീരം വാസുദേവന് നേരെ വലിച്ചെറിഞ്ഞു. വണ്ടിയിൽ വന്നിടിച്ച ശവശരീരത്തിൽ നിന്നും രക്തം ചിതറിത്തെറിച്ചു. വാസുദേവൻ്റെ ദേഹം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു. പതിയെ ബോധം മറയുന്ന നേരം കണ്ടു. ഭീകരരൂപത്തിൻ്റെ കൈ തനിക്ക് നേരെ നീണ്ടുവരുന്നു. കുതിരവണ്ടി മുൻപോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു.
വാസുദേവൻ കണ്ണു തുറന്നു ചുറ്റും നോക്കി. താൻ കുതിരവണ്ടിയിൽ കിടക്കുകയാണ്. തല വെട്ടിപ്പിളർന്നു പോകുന്ന വേദന. ദേഹത്തു നിന്നും ചോരയുടെ രൂക്ഷഗന്ധം വമിക്കുന്നു. മെല്ലെ കൈകുത്തി എഴുന്നേറ്റു. പുറത്തേക്ക് നോക്കി. ഇതെവിടെയാണ്? കറുത്ത ഇരുട്ടിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. നിരങ്ങി വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി. ചീവീടുകളുടെ ചെവി തുളയ്ക്കുന്ന കരച്ചിൽ, തവളകളുടെ ശബ്ദം അകമ്പടി സേവിക്കുന്നു. ഇടിച്ചു നുറുങ്ങിയ പോലുള്ള വേദനയാണ് ശരീരം മുഴുവൻ. കുറച്ചു മുൻപ് നടന്ന സംഭവം ഓർത്തപ്പോൾ ഒരു വിറയൽ. പെരുവിരൽ മുതൽ ഒരു തരിപ്പ് കയറി വരുന്നു. എന്തൊരു കാഴ്ചയായിരുന്നു അത്! ഒരു പച്ചയായ മനുഷ്യനെ നിഷ്കരുണം വലിച്ചു കീറി കൊന്നിരിക്കുന്നു. ഇപ്പോഴും വിറയൽ മാറിയിട്ടില്ല. പ്രേതമുണ്ടെന്ന് പറയുന്നത് ശരിയോ? ദുർമരണപ്പെട്ട മനുഷ്യരുടെ ആത്മാക്കൾ ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും യാമങ്ങളിൽ ദുഷ്ടശക്തികളായി മാറുകയും ചെയ്യുന്നതാകാം. അപ്പോൾ അവയ്ക്ക് മനുഷ്യമൃഗ മനസ്സുകളെ ഭയപ്പെടുത്തി വരീതിയിലാക്കാനുള്ള ശക്തി കൈവരുന്നതാകാം. ചുറ്റുമുള്ള ഇരുട്ടിന് മരണത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് വാസുദേവന് തോന്നി. എവിടെയോ തൻ്റെ മരണത്തിനു വേണ്ടി രക്തദാഹിയായ ഒരു അദൃശ്യശക്തി ഒളിച്ചിരുന്ന് ചിരിക്കുന്നതായി വാസുദേവന് തോന്നി. പാവം കുതിരക്കാരൻ, താനാണ് അതിനുത്തരവാദി. അദ്ദേഹം ചോദിച്ചതാണ് ഇപ്പോൾ പോകണോ എന്ന്. അയാളുടെ ഭാര്യയും കുടുംബവും അനാഥരായില്ലേ? ഓർത്തപ്പോൾ ചങ്കിനകത്ത് ഒരു വിങ്ങൽ. വാസുദേവൻ ചുറ്റും പരതി നോക്കി. മിന്നാമിനുങ്ങുകളുടെ ഒരു കൂട്ടം പറന്നു നടക്കുന്നു. പതുക്കെ അവ പലതായി മാറി ഒറ്റതിരിഞ്ഞു പറക്കുന്നു. ഇരുട്ടിൽ അവ പറന്നു നടക്കുന്നത് കാണാൻ വളരെ ഭംഗിയുള്ളതായി വാസുദേവന് തോന്നി. കുതിരവണ്ടിയുടെ പുറകിൽ തൂക്കിയിരുന്ന റാന്തൽ വിളക്കുമെടുത്ത് വാസുദേവൻ കുതിരയുടെ അടുത്ത് ചെന്നു. ശാന്തമായി നിൽക്കുകയാണ് കുതിര. മെല്ലെ അതിൻ്റെ ശിരസിൽ തലോടി. സന്തോഷസൂചകമായ ഒരു ശബ്ദം കുതിര പുറപ്പെടുവിച്ചു. വാസുദേവൻ അപ്പോൾ കണ്ടു, കുതിരയുടെ കഴുത്തിൽ ഇരുവശത്ത് ചോര കട്ട പിടിച്ചിരിക്കുന്നു. എന്തോ കടിച്ച പോലുള്ള പാടുകൾ. പെട്ടെന്ന് വാസുദേവൻ ഓർത്തു, മണിക്കൂറുകൾക്ക് മുൻപ് ഒരു കടവാവൽ വന്നിരുന്നത്. അത് കടിച്ചതാണ് ഈ പാടുകൾ. രക്തം കുടിക്കുന്ന വാവലുകൾ. അവിടെ കൈകൊണ്ട് ഒന്ന് തലോടി കുതിര മെല്ലെ തലയാട്ടി. ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, എത്രയും പെട്ടെന്ന് പോകാം. കയ്യിലിരുന്ന റാന്തൽ വിളക്ക് വണ്ടിയുടെ പുറകിൽ തൂക്കി കുതിരയുടെ അടുത്തായി മുൻപിലുള്ള വഴി കാണിക്കുവാൻ വേണ്ടി തൂക്കിയിട്ടുള്ള റാന്തൽ വിളക്കിൻ്റെ തിരി കുറച്ചുകൂടി നീട്ടിയിട്ടു. ഇപ്പോൾ നല്ല പ്രകാശമുണ്ട്. കുതിരക്കാരൻ ഇരിക്കുന്ന ഇടത്തിരുന്നു. കുതിരയെ മുന്നോട്ടോട്ടിച്ചു. കുതിര കുളമ്പടി നാദവും മണിക്കിലുക്കവും അയാളെ അലോസരപ്പെടുത്തി. എന്തോ ഒരു വല്ലായിക. എത്രയും പെട്ടെന്ന് തന്നെ കവലയിലുള്ള ലോഡ്ജിലെത്തണം. ഇരുട്ടിൽ റാന്തൽ വിളക്കിൻ്റെ വെട്ടവുമായി കുതിരവണ്ടി മുന്നോട്ടോടിക്കൊണ്ടിരുന്നു. മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. എന്തോ ആപത്ത് വരുവാൻ പോകുന്നു എന്നൊരു തോന്നൽ. ഇതേ സമയം കുതിരവണ്ടിയുടെ പുറകിലായി കുറച്ചകലെ ഒരു അദൃശ്യരൂപം പ്രത്യക്ഷപ്പെട്ടു. മെല്ലെ അതൊരു കറുത്ത പൂച്ചയായി മാറി. കുതിരവണ്ടിയുടെ പുറകെ കുതിച്ചു പാഞ്ഞു. ഓടുന്നതിനിടയിൽ കറുത്ത ചെന്നായായും പട്ടിയായും വലിയ കടവാവലായും രൂപം പ്രാപിച്ചു. വാ പൊളിക്കുമ്പോൾ ചോരയുടെ രൂക്ഷഗന്ധം വായുവിൽ പടർന്നു. പാഞ്ഞു വന്ന് കുതിരവണ്ടിയിൽ ചാടിക്കയറി. മെല്ലെ കരിമ്പൂച്ചയായി മാറി. കണ്ണുകളിൽ നിന്നും ചുടുചോര താഴേക്ക് ധാരയായി ഒഴുകി. രോമങ്ങളെല്ലാം വിരളുകളായി മാറി. ചെവിക്കുള്ളിൽ നിന്നും 2 കൊമ്പുകൾ മുളച്ചു വന്നു. വായുടെ ഇരുവശവുമുള്ള പല്ലുകൾ പുറത്തേക്ക് നീണ്ടുവന്നു. പുറത്തേക്ക് നീട്ടിയ നാവിൽ നിന്നും തീ പറക്കുന്നു. കൈകാലുകളിലുള്ള നഖം നീണ്ടു കൂർത്തതായി. വാലിൻ്റെ അറ്റത്ത് ഒരു കൈപ്പത്തി രൂപം പ്രാപിച്ചു. 6 വിരലുകളുള്ള നീണ്ട നഖങ്ങളുള്ള രോമം നിറഞ്ഞ കൈപ്പത്തി. പുറകിൽ വണ്ടിക്കുള്ളിൽ നടക്കുന്നതൊന്നും അറിയാതെ വാസുദേവൻ കുതിരയെ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. തൻ്റെ കഴുത്തിലെന്തോ തൊടുന്നതുപോലെ തോന്നിയപ്പോൾ വാസുദേവൻ തിരിഞ്ഞു നോക്കി. അരണ്ട വെളിച്ചത്തിൽ വണ്ടിക്കുള്ളിൽ ആരെയും കണ്ടില്ല. പേടികൊണ്ടുള്ള തോന്നലാണ്. വല്ലാത്ത ദാഹം. ചുറ്റും നോക്കി. വണ്ടിക്കുള്ളിൽ വെള്ളം ഇരിപ്പുണ്ട് ഒരു പാത്രത്തിൽ. കുതിരക്കാരൻ കുടിക്കാൻ കൊണ്ടുവന്നതാകാം. വണ്ടിക്കുള്ളിൽ കിടന്ന ചിരട്ടമുറിയിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. വീണ്ടും ദാഹം. കുറച്ച് വെള്ളം കൂടി എടുത്ത് വായിലേക്കൊഴിച്ച് ഒരു രുചി വ്യത്യാസം. ചോരയുടെ പോലെ. അയാൾ കുറച്ച് വെള്ളം താഴേക്ക് തുപ്പി. കട്ടച്ചോര. അതിനൊപ്പം നുരയ്ക്കുന്ന പുഴുക്കളും കൃമികളും. അയ്യോ! ഒരു നിലവിളി തൊണ്ടയിൽ കുടുങ്ങി. വണ്ടിക്കുള്ളിൽ നിന്നും അതേ നേരത്ത് ഒരലർച്ചയും അട്ടഹാസവും മുഴങ്ങി. കഴുത്തിൽ ആരോ തൊടുന്നത് പോലെ. തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യമില്ല. അലറിക്കരഞ്ഞിട്ട് ശബ്ദം പുറത്തു വരുന്നില്ല. ഇവിടെ ജീവിതം അവസാനിക്കും.
കുതിര കരഞ്ഞു. ഭ്രാന്ത് പിടിച്ച പോലെ കുതിച്ചു പാഞ്ഞു. റാന്തൽ വിളക്കുകൾ ആടി ഉലഞ്ഞു. വാസുദേവൻ ഭീതിയോടെ മെല്ലെ തല തിരിച്ചു നോക്കി. ഒരു കറുത്ത പൂച്ച, രക്തക്കണ്ണുകൾ. അതിൻ്റെ നാക്കിൽ നിന്നും തീ പറക്കുന്നു. കൈകളിലെ നഖം നീളുന്നു. അതിൻ്റെ നാക്ക് രണ്ടായി കീറി 2 കൈകളായി മാറി. അത് തനിക്ക് നേരെ നീണ്ടുവരുന്നു. വാസുദേവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. വണ്ടിയിൽ അള്ളിപ്പിടിച്ചിരുന്നു. വെട്ടി വിയർത്ത് ദേഹം തളർന്നു പോയതുപോലെ. തനിക്കറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ചു കരഞ്ഞു. സർവശക്തൻ മാത്രം അഭയം. കുതിര കുതിച്ചു പാഞ്ഞു പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുതിരയുടെ വേഗം കുറഞ്ഞു വരുന്നത് അയാൾ അറിഞ്ഞു. പുറകിൽ നിന്നും ഇപ്പോൾ ഒച്ചയും നിലവിളികളും കേൾക്കാനില്ല. മെല്ലെ കണ്ണു തുറന്നു. കുതിരവണ്ടി കാട്ടുപ്രദേശം കഴിഞ്ഞു. ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിയത് അയാൾ കണ്ടു. അങ്ങകലെ ഒരു ചെറിയ വെളിച്ചം കാണാം. അടുത്തു ചെന്നപ്പോൾ കണ്ടു പന ഓല കൊണ്ടുണ്ടാക്കിയ ഒരു കാപ്പിക്കട. ഒരു ചിമ്മിനി വിളക്ക് കത്തി നിൽക്കുന്നു. കുതിരയെ കടയുടെ കുറച്ചകലെ നിർത്തി വാസുദേവൻ ഇറങ്ങി നടന്നു. പുറത്ത് ആരെയും കണ്ടില്ല. കടയുടെ അകത്തും ആരുമില്ല. ഇവിടെ ആരുമില്ലേ? വാസുദേവൻ ചോദിച്ചതും പുറകിൽ ഒരാൾ. ആരാ? തിരിഞ്ഞു നോക്കി. മൂടി പുതച്ച ഒരാൾ. കരിമ്പണം കൊണ്ട് തലവഴി മൂടിയ ഒരാൾ. ഞാനൊരു വഴിപോക്കനാണ്. ഈ മൺട്രോ ലോഡ്ജിലേക്ക് പോകുന്ന വഴി ഇത് തന്നെയാണോ? വാസുദേവൻ ചോദിച്ചു. അതെ, കുറച്ചു ദൂരം പോയാൽ മതി. പെട്ടെന്ന് ചെല്ലും. അല്ല, എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? കരിമ്പടം മൂടിയ ആൾ ചോദിച്ചു. കുതിരവണ്ടിയുണ്ട്, വാസുദേവൻ പറഞ്ഞു. ഈ വഴിയിൽ സന്ധ്യ കഴിഞ്ഞാൽ അത്ര നല്ലതല്ല യാത്ര. സൂക്ഷിച്ചു പോകണം. വാസുദേവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്നും അയാളുടെ ശബ്ദം. ഒരു കാപ്പി കുടിച്ചിട്ട് പോകാം. വാസുദേവൻ തിരിഞ്ഞു നോക്കി. ആ മനുഷ്യൻ തന്നെ നോക്കി പുഞ്ചിരിച്ചു. ശരി. വാസുദേവൻ തിരിച്ചു വന്നു. കടയുടെ മുൻപിലുള്ള കല്ലിലിരുന്നു. സ്നേഹമുള്ള മനുഷ്യൻ. മനസ്സിലോർത്തു. പെട്ടെന്ന് തന്നെ അയാൾ കാപ്പി ഉണ്ടാക്കി ഒരു കോപ്പയിൽ ഒഴിച്ച് വാസുദേവന് കൊണ്ടുകൊടുത്തു. ആവി പറക്കുന്നു. വാസുദേവൻ കാപ്പി മെല്ലെ കുടിക്കാൻ തുടങ്ങി. നല്ല കാപ്പി, ഒരു പ്രത്യേക രുചി. നിങ്ങൾ ഇവിടെ ഉള്ള ആളാണോ? വാസുദേവൻ ചോദിച്ചു. അതെ, വർഷങ്ങളായി ഇവിടെയാ. പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് പോയി. വാസുദേവൻ കാപ്പി കുടിച്ചിരുന്നു. അയാളുടെ ചിന്തയിൽ കഴിഞ്ഞ നിമിഷങ്ങൾ പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് മാനത്ത് ഒരു വെള്ളിടി. അകലെ നിന്നും കാലൻ പട്ടികളുടെ കൂട്ടത്തോടെയുള്ള ഓരിയിടൽ. മൂങ്ങകളുടെ കരച്ചിലും നിർത്താതെയുള്ള പുള്ളുകളുടെ കൂവൽ. ഏതോ അപകടം വരുന്നതിൻ്റെ സൂചന. പെട്ടെന്ന് അവിടെ ഒരു ചുഴലിക്കാറ്റ് വീശിയടിച്ചു. വീശിയടിക്കുന്ന കാറ്റ് കടയ്ക്കുള്ളിൽ കടന്നു. അതിനുള്ളിലെ രക്തദാഹിയായ ദുഷ്ടരൂപത്തെ അവരാരും കണ്ടില്ല. കാറ്റ് കടക്കാരന് ചുറ്റും ഒരു വലിയ വലയം തീർത്തു. ഒന്ന് കരയുവാൻ പോലും സാധിക്കുന്നതിന് മുൻപ് കടക്കാരൻ അദൃശ്യരൂപത്തിൻ്റെ ശക്തമായ അടിയിൽ നിലത്തു വീണു. പുറത്ത് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന വാസുദേവൻ ഇതൊന്നും അറിഞ്ഞതില്ല. കാപ്പി കുടിച്ചു തീർത്ത ശേഷം കയ്യിലിരുന്ന കോപ്പ കൊടുക്കുവാൻ കടയ്ക്കുള്ളിൽ ആള് തിരഞ്ഞുവെങ്കിലും അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. പറഞ്ഞിട്ട് പോകുന്നതാണ് മര്യാദ. പക്ഷെ വിളിച്ചിട്ടും ആരും വിളി കേട്ടില്ല. സാവകാശം തിരിഞ്ഞ് കുതിരവണ്ടിക്ക് നേരെ നടക്കുമ്പോൾ കേട്ടു പുറകിൽ നിന്ന് ശബ്ദം. പോകുന്നു, എൻ്റെ അനുവാദം കൂടാതെ. പുറകിൽ കടക്കാരൻ നിൽക്കുന്നു. ഇപ്പോൾ അയാളുടെ മുഖത്ത് ചിരിയില്ല, പകരം ഒരു രുദ്രഭാവം. കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നു. ഇങ്ങോട്ടുള്ള വരവിൽ ഒരുപാട് പേടിച്ചു അല്ലേ? നിങ്ങൾ തിരിച്ചു പോകുമെന്ന് ഉറപ്പുണ്ടോ? ചുണ്ടുകൾ വിടർത്തിയപ്പോൾ പല്ലുകൾ ചോര നിറത്തിൽ കണ്ടു. എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? വിറയൽ ബാധിച്ച വാക്കുകൾ വാസുദേവൻ്റെ തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വന്നു. സത്യം മാത്രം. ഇനിയൊരു മടക്കം നിങ്ങൾക്കില്ല. അവസാനമാണിത്. അതും പറഞ്ഞ് കടക്കാരൻ അലറിച്ചിരിച്ചു. കാണണ്ടേ നിനക്ക്? വല്ലാത്തൊരു അട്ടഹാസത്തോടെ കൂർത്ത കൈവിരലുകൾ അയാൾ തൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. ചോര പുറത്തേക്ക് ചീറ്റിത്തെറിച്ചു. വാസുദേവൻ അലറിക്കരഞ്ഞു. കാലുകൾ നിലത്തുറച്ച പോലെ. കടക്കാരൻ അയാളുടെ തന്നെ നെഞ്ചും വയറും രണ്ടായി വലിച്ചു കീറി. ഉള്ളിൽ നിന്നും കുടൽമാലകൾ പുറത്തു ചാടി. കീറിയ വയറിനുള്ളിൽ നിന്നും ഒരു കൈ ചോര എടുത്ത് അയാൾ കുടിച്ചു. കട്ടച്ചോര കൈക്കുള്ളിലെടുത്ത് വാസുദേവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. കൈവിരൽ കൊണ്ട് തൊണ്ടയിൽ കുത്തി ഇറക്കി വലിച്ചു കീറി. തല പിരിച്ചൊടിച്ചു ശരീരത്തിൽ നിന്നും വേർപെടുത്തി കയ്യിലെടുത്തു. തലയിലെ കണ്ണുകൾ പതുക്കെ വലുതായി. കണ്ണുകൾ തലയിൽ നിന്നും പറിഞ്ഞ് താഴേക്ക് പതിച്ചു. പറിച്ചു കയ്യിലെടുത്ത തലയിലെ കണ്ണുകളുടെ ഭാഗത്ത് 2 കുഴികൾ രൂപം കൊണ്ടു. അതിനുള്ളിൽ നിന്നും കൃമികൾ പുറത്തേക്ക് വന്നു. താഴെ വീണ കണ്ണുകൾ മെല്ലെ മെല്ലെ രൂപം മാറി 2 ഭീമാകാരന്മാരായ കഴുകന്മാരായി മാറി ഇരുട്ടിലേക്ക് പറന്നു.
അതിൻ്റെ ചിറക് വീശിയപ്പോൾ ഉണ്ടായ ശബ്ദം അവിടെയെല്ലാം മുഴങ്ങി. തൻ്റെ കയ്യിലിരുന്ന തല വീണ്ടും കഴുത്തിൽ വെച്ചു അയാൾ. കണ്ണിൻ്റെ സ്ഥാനത്ത് കുഴികൾ മാത്രം. വലിച്ചു കീറിയ വയറിനുള്ളിൽ നിന്നും സ്ത്രീയുടെ തലയും ചെന്നായയുടെ ഉടലുമുള്ള ഒരു രൂപം പുറത്തു വന്നു. വളരെ ചെറുതായ ആ രൂപം വളർന്നു വലുതായി. വാസുദേവൻ സർവ്വശക്തിയുമെടുത്ത് കുതിരവണ്ടിക്ക് നേരെ ഓടി. ആകാശം പതിവിലും കറുത്തതായി. കാറ്റ് ആഞ്ഞു വീശി. അതും കൊടുങ്കാറ്റായി മാറി. ഒരു കൊള്ളിയാൻ മിന്നി, ഒപ്പം വെള്ളിടിയും. സ്ത്രീയുടെ തലയും ചെന്നായയുടെ ഉടലുമുള്ള രൂപം കടക്കാരൻ്റെ കീറിപ്പൊളിച്ച ശവം തൂക്കിയെടുത്ത് കടയ്ക്കുള്ളിലേക്ക് എറിഞ്ഞു. ആ രൂപത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരു തീഗോളം കടയിൽ പതിച്ചു. തീ കത്തിപ്പടർന്നു. പാഞ്ഞു പോകുന്ന വാസുദേവൻ്റെ കുതിരവണ്ടിക്ക് നേരെ ആ രൂപം തിരിഞ്ഞു. ജനതാ ലോഡ്ജ്, അനന്തപുരി. പ്രൊഡക്ഷൻ കൺട്രോളർ ലോനപ്പനും ഡയറക്ടർ സീതാരാമനും പ്രൊഡ്യൂസർ ഫെർണാണ്ടസും സിനിമയുടെ ചർച്ചയിലാണ്. വാസുദേവൻ്റെ കഥ പൂർത്തിയായാൽ ഉടനെ ഷൂട്ട് തുടങ്ങണം, ഫെർണാണ്ടസ് പറഞ്ഞു. അടുത്ത ഓണത്തിന് പടം റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കണം. വൈകിട്ട് വാസുദേവനെ ഒന്ന് ബന്ധപ്പെടാൻ പറ്റുമോ എന്ന് നോക്ക്, സീതാറാം. മൺട്രോ ലോഡ്ജിൽ കാൾ ചെയ്യാൻ സൗകര്യമുണ്ടല്ലോ. എത്ര ദിവസം കൊണ്ട് കഥ പൂർത്തിയാക്കും എന്നറിഞ്ഞതിന് ശേഷമാവാം ബാക്കിയുള്ള കാര്യങ്ങൾ. വാസുദേവൻ്റെ തിരക്കഥയും സീതാറാമിൻ്റെ ഡയറക്ഷനും ഫെർണാണ്ടസിൻ്റെ പണവും ഉണ്ടെങ്കിൽ സിനിമ ഹിറ്റാണ്. ഹൊറർ ചിത്രങ്ങളോടാണ് ഇവർക്ക് താല്പര്യവും. ഇവരുടെ ഹൊറർ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോഴേ തിയേറ്റർ ഉടമകൾ മത്സരമാണ്. ശരി, ഞാൻ ഇറങ്ങുന്നു. ഫെർണാണ്ടസ് യാത്ര പറഞ്ഞിറങ്ങി. കറുത്ത് തടിച്ച 55-കാരനാണ് ഫെർണാണ്ടസ്. സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ളത് കൊണ്ടാണ് സിനിമ നിർമ്മാണം തുടങ്ങിയത് എന്നാണ് പൊതുവെയുള്ള ജനസംസാരം. സത്യമാണ്. ഫെർണാണ്ടസ് പോയി കഴിഞ്ഞപ്പോൾ സീതാറാം ലോനപ്പനോട് പറഞ്ഞു, നിങ്ങൾ വൈകിട്ട് തന്നെ വാസുദേവനെ വിളിക്കണം. കഥയുടെ പുരോഗതി അനുസരിച്ച് ലൊക്കേഷനും കാസ്റ്റിംഗും പോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ശരി സാർ. സീതാറാം പോയതിനു ശേഷം ലോനപ്പൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ജോലി ആരംഭിച്ചു. ഘടികാരം 2 മണി അടിച്ചപ്പോൾ ജോലി തീർത്ത് ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. മനസ്സിലാകെ ഒരു അസ്വസ്ഥത. മെല്ലെ എഴുന്നേറ്റ് ഒരു ബീഡിക്ക് തീ കൊളുത്തി. പുറത്ത് ചെറുതായി മഴ തൂളുന്നുണ്ട്. പുറത്ത് വീശുന്ന കാറ്റിൽ തുറന്നു കിടന്ന ഗ്ലാസിട്ട ജനൽപ്പാളികൾ വലിയ ശബ്ദത്തോടെ വന്നടഞ്ഞു. മഴത്തുള്ളികൾ തെറിച്ചു വീണ് ചില്ലിലൂടെ ഒലിച്ചിറങ്ങുന്ന കാണാം. അത് വളരെ രസകരമായി തോന്നി. നോക്കിയിരിക്കെ ഉറക്കം കണ്ണുകളിൽ കുടിയേറി. കണ്ണുകൾ പതിയെ അടഞ്ഞു തുടങ്ങുമ്പോൾ അയാൾ കണ്ടു, ജനൽപ്പാളിയിൽ ചില്ലിലൊരു കറുത്ത പാട് രൂപം കൊള്ളുന്നു. അതൊരു കൈപ്പത്തിയായി മാറാൻ തുടങ്ങി. വിരലുകളുടെ നഖങ്ങൾ നീണ്ടു കൂർത്തതായി. അതിൽ നിന്നും രക്തത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നു. ഒലിച്ചിറങ്ങിയ രക്തത്തുള്ളികൾക്കിടയിൽ 2 കണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടു. അടഞ്ഞ കൺപോളകൾ തുറക്കപ്പെട്ടു. അതയാളെ തുറച്ചു നോക്കി. കൃഷ്ണമണികൾ തിളങ്ങുന്നു. അതിന് താഴെ ഒരു വായും ഇരുവശങ്ങളിൽ നിന്നും 2 ദംഷ്ടങ്ങൾ വളർന്നു വരുന്നു. അയ്യോ അമ്മേ എന്ന നിലവിളിയോടെ പേടിച്ചു വിറച്ചു പോയ ലോനപ്പൻ ബെഡിലേക്ക് മറിഞ്ഞു വീണു. മൺട്രോ ലോഡ്ജ്. പുറത്ത് മങ്ങിക്കത്തുന്ന ബൾബിൻ്റെ പ്രകാശം അവിടെ ചിതറിക്കിടക്കുന്നു. രാത്രിയിൽ അവിടെയുള്ള നടത്തിപ്പുകാർ അമ്മിണിക്കുട്ടി എന്ന സ്ത്രീയും വർഗീസ് എന്ന 35 വയസ്സ് പ്രായമായ ആളുമാണ്. ഇന്നിനി ആരും വരുമെന്ന് തോന്നുന്നില്ല. പുറത്തേക്ക് നോക്കി സ്വയം പറഞ്ഞിട്ട് മുൻപിലത്തെ വാതിൽ ചാരി അമ്മിണിക്കുട്ടി അകത്തേക്ക് പോയി. വർഗീസ് നേരത്തെ തന്നെ കിടന്നു കഴിഞ്ഞിരുന്നു. ചെറിയൊരു ലോഡ്ജാണിത്. രാജഭരണകാലത്ത് പണി കഴിപ്പിച്ചത്. ഇന്നും ഇവിടെ വലിയ സൗകര്യങ്ങളോ വികസനമോ കടന്നു വരാത്ത കുഗ്രാമമായി തുടരുന്നു. ഒരു കറുത്ത കുതിരവണ്ടി പാഞ്ഞു വന്ന് ലോഡ്ജിന് മുൻപിൽ നിന്നു. അതിൽ നിന്നും വാസുദേവൻ ഇറങ്ങി ലോഡ്ജിനകത്തേക്ക് ഓടി. അടഞ്ഞുകിടക്കുന്ന വാതിലിൽ മുട്ടി വിളിച്ചു, ആരുമില്ലേ, വാതിൽ തുറക്കൂ. പലതവണ മുട്ടി വിളിച്ചിട്ടും ആരെയും കാണുന്നില്ല. തിരിഞ്ഞു നോക്കി. ആ ഭീകരരൂപം പുറകെയുണ്ടോ? കഥ എഴുതാൻ വന്ന് തൻ്റെ കഥ കഴിയുമെന്നാണ് തോന്നുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണല്ലോ. വരുന്നത് വരുന്നിടത്ത് വെച്ച് നേരിടുക, അല്ലാതെ വേറെന്ത് മാർഗം? കഥകിൽ മെല്ലെ തള്ളി നോക്കി. ഭാഗ്യം പൂട്ടിയിട്ടില്ല, ചാരിയിട്ടേ ഉള്ളൂ. അകത്തേക്ക് കയറിയ വാസുദേവൻ ചുറ്റും നോക്കി. മങ്ങിയ വെട്ടം മാത്രമാണ് അവിടെ. ആരെയും കാണാനില്ല. ഇരുണ്ട ഇടനാഴിയിൽ നിശബ്ദത തളം കെട്ടിക്കിടക്കുന്നു. ആരാ? പിറകിൽ നിന്നും ഒരു ശബ്ദം. വാസുദേവൻ തിരിഞ്ഞു നോക്കി. പുതപ്പ് കൊണ്ട് മൂടിയ ഒരാൾ. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരികയാണെന്ന് തോന്നുന്നു. ഞാൻ വാസുദേവൻ, ഫെർണാണ്ടസ് പറഞ്ഞിട്ട് വരുന്നു. ഓഹോ. അയാൾ ഒരു തടിച്ച ബുക്ക് എടുത്തു.
പേരും അഡ്രസ്സും എഴുതിക്കോ. വാസുദേവൻ എഴുതിക്കഴിഞ്ഞ് തിരികെ കൊടുത്തു. അയാൾ അടിമുടി വാസുദേവനെ നോക്കി. വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞും ദേഹത്ത് അവിടെവിടെ മുറിഞ്ഞിരിക്കുന്നതും അയാളെ അലോസരപ്പെടുത്തി. വളരെ ഭയചകിതനായി കാണുന്നു തങ്ങൾ. എന്തുപറ്റി? ശരീരത്തിൽ മുറിവുകളും. അയാളുടെ ചോദ്യം കേട്ട് വാസുദേവൻ ഒന്നും പറഞ്ഞില്ല. പകരം പുറത്തേക്ക് നോക്കി. ആരെയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? വീണ്ടും ചോദ്യം. ഇല്ല. അനാവശ്യമായ അയാളുടെ ചോദ്യം വാസുദേവനിൽ നീരസമുണ്ടാക്കി. ശരി, സാറിൻ്റെ മുറി കാണിച്ചു തരാം, വാ. അയാൾ മുൻപേ ഇടനാഴിയിലൂടെ നടന്ന് പിറകെ വാസുദേവനും. നിഗൂഢമായതെന്തോ ഇടനാഴിയിൽ പതുങ്ങിയിരിക്കുന്നതായി വാസുദേവന് തോന്നി. തണുത്തുറഞ്ഞ വായു അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഇടനാഴിയുടെ അറ്റത്താണ് ആ നടപ്പു നിന്നത്. പഴയ ഒരു മുറിയുടെ മുൻപിൽ പഴയ താഴിട്ട് പൂട്ടിയ ഒരു മുറി. റൂം നമ്പർ 13. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. കിട്ടിയത് റൂം നമ്പർ 13. ഭാഗ്യമില്ലാത്ത നമ്പറാണ് 13. എന്തായാലും കിട്ടിയതാകട്ടെ. ഓടി ഓടി മനുഷ്യൻ്റെ പണി കഴിഞ്ഞു. അയാൾ വാതിൽ തുറന്നു. ലൈറ്റിട്ടു. പഴയ 40 വാട്ട്സ് ബൾബ്. പ്രായാധിക്യം മൂലം തളർന്നു കിതയ്ക്കുന്നു. ഇതാണ് സാറിൻ്റെ മുറി. ഞാൻ പൊയ്ക്കോട്ടെ? ലോഡ്ജ് ജീവനക്കാരൻ ചോദിച്ചു. വാസുദേവൻ തലയാട്ടി. മുറിയിലാകെ പോരായ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കട്ടിലും മെത്തയും കസേരയും ടേബിളും. വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസും മണ്ണ് കൊണ്ടുള്ള കൂജയും. ഇത്രയും മാത്രം. പുറത്തേക്ക് തുറക്കുന്ന 2 ജനാലകൾ. ഒന്ന് തുറന്നു നോക്കി, അടച്ചു. മറ്റൊന്ന് തുറക്കാൻ സാധിക്കാത്ത തരത്തിലും. മെല്ലെ കട്ടിലിൽ വന്നിരുന്നു. കുറച്ചു മണിക്കൂറുകളായിട്ട് തനിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഓരോന്നായി മനസ്സിലൂടെ കടന്നുപോയി. ഓരോന്നും ഓർത്തിരിക്കെ ക്ലോക്ക് 3 മണി അടിച്ചു. നിശബ്ദതയിലെ ആ മണിമുഴക്കം പേടിപ്പെടുത്തുന്നതായിരുന്നു. പെട്ടെന്ന് വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം. വാതിൽ തുറന്നതും കറണ്ട് പോയതും ഒരുപോലെയായിരുന്നു. ആരാണ്? വാസുദേവന്റെ ചോദ്യത്തിന് ഉത്തരമെന്നോണം ലോഡ്ജ് ജീവനക്കാരൻ മുൻപിലേക്ക് വന്നു. കയ്യിൽ കത്തിച്ചു വെച്ച വിളക്ക്. എന്താ? വാസുദേവൻ ചോദിച്ചപ്പോൾ അയാൾ മുഖമുയർത്തി നോക്കി. സാറേ, ഇതിനു മുൻപ് എന്നെ കണ്ടിട്ടുണ്ടോ? അയാളുടെ ശബ്ദം ഗുഹാമുഖത്തു നിന്നും വരുന്നത് പോലെയായിരുന്നു. ഇല്ല. വാസുദേവൻ സംശയത്തോടെ അയാളെ നോക്കി. എന്നാൽ ഉണ്ട്. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. അതും പറഞ്ഞു കയ്യിലിരുന്ന വിളക്ക് അയാളുടെ മുഖത്തിന് അഭിമുഖമായി പിടിച്ചു. വാസുദേവൻ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നോക്കി നിൽക്കെ അയാളുടെ രൂപം മാറാൻ തുടങ്ങി. വാസുദേവൻ അറിഞ്ഞു, തൻ്റെ മുൻപിൽ നിൽക്കുന്നത് സ്ത്രീയുടെ തലയും ചെന്നായയുടെ ഉടലുമുള്ള ആ രൂപമാണ്. കാപ്പിക്കടക്കാരനെ കൊന്ന അതേ രൂപം. ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടാണ് അമ്മിണിക്കുട്ടി കണ്ണു തുറന്നത്. കാതോർത്തപ്പോൾ വീണ്ടും നിലവിളി മുഴങ്ങി കേൾക്കുന്നു. ചാടി എഴുന്നേറ്റു. കറണ്ട് കട്ടായതിനാൽ ചുറ്റും ഇരുട്ടാണ്. തപ്പിത്തടഞ്ഞു ചെന്ന് തീപ്പെട്ടിയെടുത്ത് വിളക്ക് തെളിച്ച് വീണ്ടും കാതോർത്തു. എങ്കിലും പിന്നീട് നിലവിളിയൊന്നും കേട്ടില്ല. പക്ഷെ കുറച്ചു നേരം അനങ്ങാതെ ഇരുന്നപ്പോൾ കേട്ടു. ലോഡ്ജിൻ്റെ അങ്ങേ അറ്റത്തു നിന്നും ഒരു മുരൾച്ച, ശ്വാസമെടുക്കുന്ന ഒച്ചയും. ആരാണത്? ഈ അർദ്ധരാത്രിയിൽ ആരാണ് ഈ നിലവിളിക്കുന്നത്? കൂടാതെ വന്യമൃഗങ്ങളുടേത് പോലെയുള്ള മുരൾച്ചയും. ഒറ്റയ്ക്ക് പോകുവാനുള്ള ധൈര്യമില്ലാത്തതിനാലും കുറച്ച് പേടി വന്നതുകൊണ്ടും അപ്പുറത്തെ മുറിയിലുള്ള വർഗീസിനെ കൂടി വിളിക്കാൻ തീരുമാനിച്ചു. അയാളുടെ മുറിയുടെ നേരെ നടന്നു. വർഗീസിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കാര്യം പറഞ്ഞു. ഈ നട്ടപ്പാതിരയ്ക്ക് ഇതിനകത്ത് കിടന്ന് ആര് നിലവിളിക്കാനാ? മറ്റുള്ളവർക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല, പിന്നെയാ നിലവിളിക്കാൻ. അമ്മിണിയമ്മയ്ക്ക് തോന്നിയതാകാം. പോയി കിടന്നുറങ്ങൂ. ഉറക്കത്തിൽ വിളിച്ചെഴുന്നേൽപ്പിച്ചതിൻ്റെ നീരസം മറച്ചു വയ്ക്കാതെ പറഞ്ഞിട്ട് വീണ്ടും കിടക്കാൻ തുടങ്ങി വർഗീസ്. ഇല്ല വർഗീസേ, ഞാൻ വ്യക്തമായി കേട്ടതാ. ഒരു നിലവിളിയും മുരൾച്ചയും. നമ്മളിന്ന് ആ സിനിമ എഴുതാൻ വരുന്ന ആളിന് കൊടുക്കാൻ തയ്യാറാക്കിയിട്ട അങ്ങേ അറ്റത്തുള്ള മുറിയുടെ ആ ഭാഗത്ത് നിന്നാ കേട്ടത്. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം വർഗീസേ. അമ്മിണി കയ്യിലിരുന്ന വിളക്കിൻ്റെ തിരി നീട്ടിയിട്ടു. അമ്മിണിക്കുട്ടിക്ക് കാര്യമറിയാതെ ഇനി ഉറക്കം വരികയില്ല എന്ന് തോന്നി വർഗീസിന്. വർഗീസിന് അമ്മിണിക്കുട്ടി എന്നാൽ സ്വന്തം അമ്മയെ പോലെയാണ്. അമ്മിണിക്കുട്ടിക്ക് വർഗീസ് മകനെ പോലെയും. ശരി, വാ പോയി നോക്കാം. അവിടെ ആകെ ഇരുട്ടാ. വിളക്ക് നന്നായി തെളിച്ചുപിടി. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ വർഗീസ് കഴുത്തിൽ കിടക്കുന്ന കൊന്തയിൽ പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ നടന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് പുറത്ത് വീശിയടിച്ച കാറ്റ് ചെറിയ വെന്റിലേഷൻ വഴി അകത്തേക്ക് വന്നു. അമ്മിണിക്കുട്ടിയുടെ കയ്യിലിരുന്ന വിളക്കിൻ്റെ നാളങ്ങൾ ആടിയുലഞ്ഞു. വിളക്കണഞ്ഞു. സർവത്ര ഇരുട്ട്. അടുത്തു നിൽക്കുന്നവർക്ക് പോലും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇരുട്ട്.
പെട്ടെന്ന് ഒരു മിന്നലും തുടർന്ന് ഇടിയും വെട്ടി. മിന്നലിൻ്റെ വെളിച്ചത്തിൽ അമ്മിണിക്കുട്ടി കണ്ടു ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് ഒരു രൂപം. പക്ഷേ കാഴ്ച അവ്യക്തമായിരുന്നു. വീണ്ടും മിന്നലുണ്ടായപ്പോൾ ഒന്നും കണ്ടുമില്ല. വർഗീസിനോട് അത് പറയുവാൻ വാ തുറക്കാൻ തുടങ്ങിയപ്പോൾ വർഗീസിൻ്റെ ഒച്ച കേട്ടു. ഞാൻ പോയി തീപ്പെട്ടി എടുത്തുകൊണ്ടുവരാം, ഇവിടെ നിന്നോ. അതും പറഞ്ഞ് വർഗീസ് അകത്തേക്ക് തപ്പിത്തടഞ്ഞു പോയി. ഒറ്റയ്ക്കായപ്പോൾ അമ്മിണിക്കുട്ടിക്ക് ചെറിയ ഭയം അനുഭവപ്പെട്ടു. വ്യക്തമല്ലെങ്കിലും താൻ അവിടെ ഒരാളെ കണ്ടതാണ്. അത് തോന്നലാണോ? ഓർത്തപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത, ശരിയല്ലാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ചുറ്റുമുള്ള വായുവിന് തണുപ്പ് കൂടിയ പോലെ വിറയ്ക്കാൻ തുടങ്ങി. അതേ നിമിഷം ഇരുട്ടിൽ നിന്നും ഭയാനകമായ ഒരു മുരൾച്ചയും. അമ്മിണിക്കുട്ടി അയ്യോ എന്ന് അലറിക്കരഞ്ഞു. എങ്കിലും ശബ്ദം തൊണ്ടയിൽ നിന്നും പുറത്തു വന്നില്ല. ഇരുട്ടിൽ തീപ്പെട്ടി ഉരയ്ക്കുന്ന ശബ്ദം. വർഗീസ് വന്നുവെന്ന് തോന്നുന്നു. തീപ്പെട്ടി കത്തിച്ചുകൊണ്ട് വർഗീസ് അടുത്തു വന്ന് അമ്മിണിക്കുട്ടിയുടെ കയ്യിലിരുന്ന വിളക്ക് കത്തിച്ചു. ഞാൻ തീപ്പെട്ടി ഉരച്ച് അങ്ങേ അറ്റത്ത് പോയി നോക്കി. അവിടെ എങ്ങും ആരുമില്ല. അമ്മിണി അമ്മയ്ക്ക് തോന്നിയതാവും. നിലവിളിയും ഒച്ചയും. പോയി കിടന്നുറങ്ങിക്കോ, അതും ഇതും വിചാരിച്ചുകൊണ്ട് നിൽക്കാതെ. വർഗീസ് കയ്യിലിരുന്ന മെഴുകുതിരി കത്തിച്ച ശേഷം തീപ്പെട്ടി അമ്മിണിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. തീപ്പെട്ടി എൻ്റെ മുറിയിൽ വെച്ചേക്കൂ, ഞാൻ പുറത്ത് മുൻവശത്തു കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. പറഞ്ഞിട്ട് വർഗീസ് മുറ്റത്തേക്കുള്ള വാതിലിന് നേരെ നടന്നു. അമ്മിണിക്കുട്ടി അകത്തേക്കും. വർഗീസിൻ്റെ മുറിയുടെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. വാതിൽ തുറന്നകത്തേക്ക് കയറിയതും കറണ്ട് വന്നതും ഒരുപോലെയായിരുന്നു. മുറിയിലാകെ വെളിച്ചം പരന്നു. അമ്മിണിക്കുട്ടിയുടെ മുഖം അത്ഭുതം കൊണ്ടു. മുന്നിൽ നിൽക്കുന്നു വർഗീസ്. കയ്യിൽ തീപ്പെട്ടിയുമുണ്ട്. അമ്മിണിയമ്മ വിളക്ക് കത്തിച്ചോ? ഞാനിവിടെ തീപ്പെട്ടി തപ്പി ഇപ്പോഴാണ് കിട്ടിയത്. അങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് അമ്മിണിയമ്മ ഇവിടെ വന്നത്. എന്തായാലും വെളിച്ചം വന്നല്ലോ, അത്രയും സമാധാനം. വർഗീസ് പറയുന്നത് കേട്ട് അമ്മിണിക്കുട്ടി മിഴിച്ചു നിന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് മുൻപ് കണ്ടതാരെയാണ്? വിളക്ക് കത്തിച്ചു തന്നു, തീപ്പെട്ടിയും കയ്യിൽ തന്നു. പുറത്തേക്ക് പോയത് വർഗീസ് അല്ലെന്നോ? തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അത് വർഗീസ് തന്നെ. പക്ഷെ പുറത്തേക്ക് പോയയാൾ എങ്ങനെ തൻ്റെ മുൻപിൽ ഇവിടെ? അമ്മിണിയമ്മേ, എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ആദ്യം കാണുന്ന പോലെ. വർഗീസിൻ്റെ ചോദ്യം കേട്ട് അമ്മിണിക്കുട്ടി ചിന്തയിൽ നിന്നുണർന്നു. വർഗീസിനോട് ഇപ്പോൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് വർഗീസും ചിന്താകുഴപ്പത്തിൽപ്പെട്ടു. താൻ തീപ്പെട്ടിയും കൊണ്ടുചെന്ന് വിളക്ക് കത്തിച്ചു കൊടുത്തുവെന്നോ? അതെങ്ങനെ? ഞാൻ ഈ സമയം വരെ ഇവിടെ ആയിരുന്നല്ലോ. തീപ്പെട്ടി ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയതും. പിന്നെ എങ്ങനെ ഞാൻ വിളക്ക് കത്തിച്ചു കൊടുക്കും? എന്തായാലും അമ്മിണി അമ്മയോട് ഒന്നും പറയണ്ട, പാവം പേടിച്ചു പോയാലോ. എന്നാൽ അമ്മിണിക്കുട്ടി പേടിച്ചു തന്നെ നിൽക്കുകയാണ്. ചെറുതായി വിറയ്ക്കുന്നുമുണ്ട്. അമ്മിണി അമ്മയ്ക്ക് കുറച്ചു നേരമായിട്ട് സംശയങ്ങളും തോന്നലുകളുമാണല്ലോ. നന്നായി ഒന്ന് ഉറങ്ങിയാൽ മതി, മാറിക്കൊള്ളും. പോയി കിടന്നുറങ്ങൂ. സംശയിച്ചു നിൽക്കുന്ന അമ്മിണിയമ്മയെ സമാധാനിപ്പിച്ച് മുറിയിലെ കട്ടിലിലിരുത്തി. അപ്പോഴും അവരുടെ കയ്യിൽ വിളക്ക് തെളിഞ്ഞു നിൽക്കുകയാണ്. രാവിലെ ആകട്ടെ, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഇവിടമെല്ലാം. വർഗീസ് തിരിഞ്ഞു നടക്കുന്നത് നോക്കി അവരിരുന്നു. നടക്കുന്നതിനിടയിൽ വർഗീസ് ചിന്തിച്ചതും അതായിരുന്നു. നിലവിളി കേട്ടതായി പറയുന്നു, മുരൾച്ച കേട്ടതായി പറയുന്നു. അതും കൂടാതെ ഇപ്പോൾ തൻ്റെ മറ്റൊരു രൂപം വിളക്ക് കത്തിച്ചു കൊടുത്തുവെന്നും പറയുന്നു. ഇത് അമ്മിണി അമ്മയുടെ വെറും തോന്നലുകൾ മാത്രമാണോ, അതോ സത്യമോ? ഇടനാഴിയിലെത്തിയപ്പോൾ ശബ്ദം കേട്ട സ്ഥലം ഒന്ന് പോയി നോക്കിയാലോ എന്ന് ശങ്കിച്ചു. പിന്നെ രാവിലെ നോക്കാമെന്ന ചിന്തയിൽ മുറിയിലേക്ക് നടന്നു. ബെഡിൽ കയറി കിടന്നു. നല്ല സ്പീഡിൽ കറങ്ങുന്ന ഫാൻ. പക്ഷേ അതിൻ്റെ കടകട ശബ്ദം മുറിയുടെ നിശബ്ദതയിൽ ഒറ്റപ്പെട്ടു നിന്നു. കണ്ണുകളിൽ ഉറക്കം മെല്ലെ കടന്നു വന്നുകൊണ്ടിരുന്നു. അടഞ്ഞു പോകുന്ന കണ്ണുകളിൽ ആ കാഴ്ച തങ്ങി. കറങ്ങുന്ന ഫാനിൻ്റെ നടുക്ക് എന്തോ കാണുന്നു. സൂക്ഷിച്ചു നോക്കി. അവിടെ ഒരു കണ്ണ് രൂപം കൊള്ളുന്നു. സാവകാശം അത് തുറക്കപ്പെട്ടു. വർഗീസിനെ അത് തുറച്ചു നോക്കി. കൃഷ്ണമണികൾ വലുതായി വന്നു. ആ ഒറ്റക്കണ്ണിന് ചോര നിറമായി. മെല്ലെ മെല്ലെ അത് വളരുന്നതായി വർഗീസിന് തോന്നി. പെട്ടെന്ന് ഫാനിൻ്റെ വേഗം കൂടിക്കൂടി വന്നു. അത് ഭ്രാന്തമായ വേഗത്തിൽ കറങ്ങി. മുറിയിൽ കാറ്റിൻ്റെ ശക്തി കൂടി വന്നു. ശ്വാസമെടുക്കാൻ കഴിയാതെ വർഗീസ് കിടന്നു പിടഞ്ഞു. ആരോ തൻ്റെ കൈയും കാലുകളും ബലമായി പിടിച്ചു കട്ടിലിൽ ചേർത്ത് വെച്ച പോലെ. അലറി വിളിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടു. വളർന്നു വന്ന ഒറ്റക്കണ്ണിൽ നിന്നും ചോര തൻ്റെ ദേഹത്തേക്ക് ഇറ്റിറ്റു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ചോരത്തുള്ളികൾ ദേഹത്തും മുഖത്തും വായിലും മഴ പെയ്യുന്നത് പോലെ വീണുകൊണ്ടിരിക്കുകയാണ്. വായിൽ കട്ട ചോരയുടെ ചുവ അനുഭവപ്പെട്ടു.
പെട്ടെന്ന് വലിയൊരു നിലവിളി ശബ്ദത്തോടെ ഒറ്റക്കണ്ണ് പൊട്ടിത്തെറിച്ചു. ചോര മുറിയിലാകെ ചിതറിത്തെറിച്ചു. തറയിൽ വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ കരിവണ്ടുകൾ രൂപം പ്രാപിച്ചു. മുറിയിൽ അത് മൂളിപ്പറന്നു. അവസാനം എല്ലാ വണ്ടുകളും കൂടിച്ചേർന്ന് ഭീമാകാരമായ ഒരു വണ്ടായി മാറി. അതിൻ്റെ കണ്ണിൽ ചുവന്ന് തുടുത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. കൊമ്പുകൾ പതുക്കെ മാംസങ്ങളില്ലാത്ത 2 കൈകളായി മാറി. അതേ സമയത്ത് ഫാനിൻ്റെ കൊളുത്ത് ഒടിഞ്ഞ് താഴേക്ക് വർഗീസിൻ്റെ ദേഹത്തിന് നേരെ വന്നുകൊണ്ടിരുന്നു. കട്ടിലിൽ കിടന്ന് പിടയുകയും ഉരുളുകയും ചെയ്ത വർഗീസ് കട്ടിലിൽ നിന്നും താഴത്തേക്ക് വീണു. പരിസരബോധം വന്നപ്പോൾ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഇരുട്ട് മാത്രം. ഒന്നും കാണാൻ പറ്റുന്നില്ല. പേടിച്ചിട്ട് വിറച്ചു വിയർത്ത് കുളിച്ചിരിക്കുന്നു. 2 മിനിറ്റ് അനങ്ങാതെ ഇരുന്നതിനു ശേഷം മെല്ലെ എഴുന്നേറ്റു. വിറയ്ക്കുന്ന കാൽപാദങ്ങളോടെ സ്വിച്ച് ബോർഡിനടുത്തേക്ക് നടന്നു. സ്വിച്ചിടാൻ അയാൾക്ക് പേടി തോന്നി. മുറിക്കുള്ളിൽ കുറച്ചു മുൻപ് താൻ കണ്ട സംഭവങ്ങൾ സത്യമായിരിക്കുമോ? ചോരത്തുള്ളികളും ഭീമാകാരനായ വണ്ടും മുറിക്കുള്ളിലുണ്ടോ? ഇരുട്ടിൽ അതിൻ്റെ കൈകൾ തൻ്റെ നേരെ നീണ്ടു വരുന്നുണ്ടോ? ഓർത്തപ്പോൾ ഒരു ഉൾക്കിടിലം. കണ്ണുകൾ ഇറുക്കി അടച്ച് ലൈറ്റിട്ടു. പതുക്കെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. മുറിയിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടില്ല. ചോരത്തുള്ളികളോ ഒറ്റക്കണ്ണോ വണ്ടുകളോ ഒന്നും. എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷേ ആ കാഴ്ച അയാളെ നടുക്കി. താൻ കട്ടിലിൽ തലവെച്ചുറങ്ങിയ ഭാഗത്ത് ഫാൻ പൊട്ടി വീണ് കിടക്കുന്നു. തൻ്റെ തല അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ചിതറിത്തെറിച്ചേനെ. കർത്താവ് കാത്തു. എങ്കിലും ആ മുറിയും അവിടുത്തെ അന്തരീക്ഷവും അയാളെ ഭയപ്പെടുത്തി കളഞ്ഞു. എന്തോ വലിയ ആപത്ത് വരുവാൻ പോകുന്നത് പോലെ. അതിൻ്റെ മുന്നറിയിപ്പാണോ ഇത്? പതുക്കെ ചെന്ന് കിടക്കയിൽ നിന്നും ഫാൻ എടുത്ത് താഴെ വെച്ചു. ഫാനിൻ്റെ നടുവിൽ ആ ഒറ്റക്കണ്ണുണ്ടോ? എല്ലാം തോന്നലുകൾ മാത്രമാണോ? നേരം വെളുക്കാൻ അധികം സമയമായില്ല. ഇന്നത്തെ ഉറക്കം തീർന്നു. വർഗീസ് കൊന്തയെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. രാവിലെ തന്നെ വർഗീസ് അമ്മിണിക്കുട്ടിയെ കൂട്ടി തലേന്ന് നിലവിളി കേട്ട ഭാഗത്തേക്ക് പോയി. അസ്വാഭാവികമായി അവിടെയൊന്നും കാണാൻ സാധിച്ചില്ല. പോകാൻ തുടങ്ങുമ്പോഴാണ് കണ്ടത് നമ്പർ 13 റൂമിൻ്റെ ഡോർ ചെറുതായി തുറന്നു കിടക്കുന്നു. അവർ അങ്ങോട്ടേക്ക് നീങ്ങി. കതക് തള്ളി തുറന്നു. കരകര ശബ്ദത്തോടെ പാളികൾ അകത്തേക്ക് തുറന്നു. ഉള്ളിൽ വെളിച്ചമില്ലായിരുന്നു. അമ്മിണിക്കുട്ടി ലൈറ്റിട്ടു. തറയിൽ ഒരാൾ കിടക്കുന്നു, ബോധശൂന്യനായി. അമ്മിണിക്കുട്ടി വർഗീസിനെ നോക്കി. ഇതാരാണ് നമ്മളറിയാതെ ഈ മുറിക്കുള്ളിൽ? രാത്രിയിൽ മുൻപിലെ ഡോറുകൾ അകത്തു നിന്നും അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെ ഇയാൾ അകത്തു കയറി? അതും തങ്ങൾ അറിയാതെ, അനുവാദം പോലും ചോദിക്കാതെ. അവർ 2 പേരും ചേർന്ന് താഴെ കിടന്ന വാസുദേവനെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തി. അമ്മിണിക്കുട്ടി മൺകൂജയിൽ നിന്നും വെള്ളമെടുത്ത് അയാളുടെ മുഖത്ത് തെളിച്ച് നോക്കി നിന്നു. കുറച്ചു സമയത്തിനുള്ളിൽ വാസുദേവൻ കണ്ണു തുറന്നു. ചുറ്റും നോക്കി. മുൻപിൽ 2 പേർ നിൽക്കുന്നു. അയാളുടെ നോട്ടം വർഗീസിൽ ഉടക്കി നിന്നു. വാസുദേവന്റെ മുഖം പേടി കൊണ്ട് വിറകൊണ്ടു. വിറയ്ക്കുന്ന കൈകൾ ചൂണ്ടി വർഗീസിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്നെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുത്തി ഉപദ്രവിക്കുന്നത്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? പേടിച്ച് വിറച്ചുള്ള അയാളുടെ ചോദ്യം കേട്ട് വർഗീസ് അമ്പരന്നുപോയി. ആദ്യമായാണ് ഇയാളെ ഞാൻ കാണുന്നത്. എന്നിട്ട് ഞാൻ അയാളെ പേടിപ്പിച്ച് ഉപദ്രവിച്ചെന്ന് പറയുന്നു. തന്നെ നോക്കുമ്പോൾ അയാൾ വല്ലാതെ ഭയപ്പെടുന്നുമുണ്ട്. ഇത് വർഗീസ്, ഇവിടുത്തെ നടത്തിപ്പുകാരനാണ്. വർഗീസ് എങ്ങനെയാണ് നിങ്ങളെ ഉപദ്രവിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് കയറിയത്? അമ്മിണിക്കുട്ടിയുടെ ചോദ്യം കേട്ട് വാസുദേവൻ കുറച്ചു നിമിഷം മിണ്ടാതെയിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലേ? വാസുദേവൻ സംശയത്തോടെ അവരെ നോക്കി. എന്നിട്ട് തുടർന്നു. ശേഷം വാസുദേവൻ ഇന്നലെ രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടെ എത്തിയത് വരെയുള്ള നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. അത് കേട്ടിരുന്ന വർഗീസും അമ്മിണിക്കുട്ടിയും അമ്പരന്നുപോയി. മാത്രമല്ല അകാരണമായ ഭയവും തോന്നി. അപ്പോൾ അമ്മിണിക്കുട്ടി അമ്മയും അയാളെ കണ്ടിരുന്നു, തൻ്റെ രൂപത്തിലുള്ള ആളെ. വർഗീസ് അമ്മിണി അമ്മയെ നോക്കി. വാസുദേവൻ പറഞ്ഞതനുസരിച്ച് തന്നെപ്പോലെയുള്ള ഒരാളാണ് വാസുദേവനെ ഇതിനകത്ത് കൂട്ടിക്കൊണ്ടുവന്നതും മുറി കാണിച്ചു കൊടുത്തതും പേടിപ്പിച്ചതും. അത് താനാണെന്ന് കരുതിയാണ് വാസുദേവൻ തന്നെ കണ്ടപ്പോൾ പേടിയോടെ നോക്കിയതും. അപ്പോൾ തൻ്റെ രൂപമുള്ള അയാൾ ആരാണ്? തൻ്റെ അച്ഛൻ മാന്യനും കുടുംബസ്നേഹിയുമായിരുന്നു. ദേശാടനങ്ങൾക്കൊന്നും പോയിട്ടുമില്ല. അവിഹിത ബന്ധത്തിൽ വേറെ മക്കളുണ്ടാകാൻ പിന്നെ ആര്? വാസുദേവൻ പറഞ്ഞ സംഭവത്തിലെ പിശാചാണോ? എന്തായാലും സൂക്ഷിക്കണം. എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിത്. രാത്രിയിലുള്ള യാത്രകൾ ഒഴിവാക്കണം. എന്തായാലും നമ്മൾ ഈ നിമിഷം മുതൽ സൂക്ഷിക്കണം, വാസുദേവൻ പറഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
ഇവിടെ താമസിക്കുന്ന ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. പകൽ സമയങ്ങളിൽ ആരുമില്ലല്ലോ ഇവിടെ മുറികളിൽ, വാസുദേവൻ പറഞ്ഞു. അത് ശരിയാണെന്ന് വർഗീസിനും അമ്മിണിക്കുട്ടിക്കും തോന്നി. പകൽ മുഴുവൻ കഥ എഴുതുന്ന തിരക്കിലായിരുന്നു വാസുദേവൻ. ഇടയ്ക്ക് കുതിരയുടെ അടുത്ത് പോയി അതിന് തീറ്റ കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് മറ്റൊരു കാര്യം വാസുദേവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുതിരയുടെ ഒരു ചെവിയിൽ പച്ച കുത്തിയിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടു, ഫ്ലൂറി. കുതിരയുടെ പേരാണ്. വാസുദേവൻ മെല്ലെ വിളിച്ചു, ഫ്ലൂറി. അത് കേട്ട് കുതിരയുടെ കണ്ണുകൾ വിടർന്നു, ചെവികൾ നിവർന്നു നിന്നു. വാലിളക്കി സന്തോഷത്തോടെ തലയാട്ടി വാസുദേവനെ നോക്കി. അയാൾ കുതിരയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു, സ്നേഹത്തോടെ തലോടി. കുതിര തൻ്റെ മുഖം വാസുദേവന്റെ മുഖത്തുരസി സ്നേഹം പങ്കുവച്ചു. തലോടിക്കൊണ്ടിരുന്ന വാസുദേവന്റെ കയ്യിൽ എന്തോ തടഞ്ഞു. നോക്കിയപ്പോൾ രോമങ്ങൾക്കിടയിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു ഏലസ് കഴുത്തിലിട്ടിരിക്കുന്നതാണ്. അതിനു പുറത്ത് എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. എന്നാൽ അത് വായിക്കാൻ വാസുദേവന് കഴിഞ്ഞില്ല. കുതിരയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാകാം. കുതിരയെ അഴിച്ച് വെള്ളവും കൊടുത്ത് വാസുദേവൻ റൂമിലേക്ക് പോയി. ഇടയ്ക്കിടെ വർഗീസും അമ്മിണിക്കുട്ടിയും വാസുദേവന്റെ മുറിയിൽ വരികയും വിശേഷം പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് അയാൾക്കൊരു ഉണർവ് നൽകി. പല കഥകൾ എഴുതി തുടങ്ങിയെങ്കിലും അതെല്ലാം വേണ്ടാന്ന് വെച്ചു. ഒരു തൃപ്തി നൽകുന്നില്ല. മറ്റെന്തോ ആണ് കഥയ്ക്കുള്ള തന്തു എന്ന് മനസ്സ് പറയുന്നു. എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായി ഒന്നും കിട്ടുന്നുമില്ല. എഴുതി തുടങ്ങിയ കഥകൾ ചുരുട്ടിക്കൂട്ടി മൂലക്കിട്ട് കുറച്ചു നേരം കണ്ണടച്ചിരുന്നു. പിന്നീട് പോയി കട്ടിലിൽ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. അമ്മിണിക്കുട്ടി 5 മണിക്ക് കാപ്പിയുമായി വന്ന് വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. ചൂട് പറക്കുന്ന കാപ്പി കുടിക്കുന്നതിനിടയിൽ അമ്മിണിക്കുട്ടിയോട് കുശലം ചോദിച്ചു. സാറ് കഥ എഴുതി കഴിഞ്ഞോ? അമ്മിണിക്കുട്ടിയുടെ ചോദ്യം കേട്ട് വാസുദേവൻ ചിരിച്ചു. തുടങ്ങിയിട്ട് വേണ്ടേ തീരാൻ, ഇന്നൊരു സുഖം തോന്നുന്നില്ല. വാസുദേവൻ കാപ്പി കുടിച്ച് കപ്പ് തിരികെ നൽകി. അമ്മിണിക്കുട്ടി അതുമായി പുറത്തേക്ക് നടന്നു. പകൽ പ്രത്യേക സംഭവ വികാസങ്ങളൊന്നും കൂടാതെ കടന്നുപോയി. പകൽ മങ്ങിത്തുടങ്ങി. ഇരുട്ട് വീഴുകയും ക്രമേണ ഇരുട്ടിന് കട്ടി കൂടി വരികയും ചെയ്തു. ലോഡ്ജിൽ എല്ലാ മുറികളിലും ലൈറ്റ് പ്രകാശിച്ചു. വാസുദേവൻ മുറി വിശദമായി ഒരു പരിശോധന നടത്തി. മുറിക്ക് 2 ജനാലകളാണുണ്ടായിരുന്നത്. ഒരു ജനാല തുറന്നു നോക്കി. ഇരുട്ട് വീണതിനാൽ വ്യക്തമായി ഒന്നും കാണുന്നില്ല. പക്ഷേ അകലെ അവ്യക്തമായി ഉയർന്നു നിൽക്കുന്ന കുന്നുകളും മരങ്ങളും കാണാം. മറ്റൊന്നും വ്യക്തമല്ല. പകൽ തുറന്നു നോക്കേണ്ടതായിരുന്നു. ഇനി നാളെയാകട്ടെ. ആ ജനാല ചേർത്തടച്ചു. മറ്റൊരു സൈഡിലുള്ള ജനാല തുറക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. വർഷങ്ങളായി തുറക്കാത്തതുപോലെ തള്ളി നോക്കിയെങ്കിലും തുറക്കാൻ പറ്റിയില്ല. ആ ജനാലയുടെ കൊളുത്തുകൾ തുരുമ്പിച്ചിരുന്നു. ആ ജനാലയ്ക്കപ്പുറം എന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ. നാളെ ഈ പരിസരം ഒന്ന് കാണണം. ഒരാഴ്ച കഴിയാനുള്ളതാണ്. മുറിയിലെ വെളിച്ചം വളരെ കുറവാണെന്ന് തോന്നി. നാളെ വർഗീസിനോട് പറഞ്ഞ് ഈ ബൾബുകൾ മാറ്റിയിടണം. അമ്മിണിക്കുട്ടി രാത്രിയിൽ കഴിക്കാനുള്ള ഭക്ഷണവുമായി വന്നതും ക്ലോക്കിൽ 8:30 മണിയടിച്ചതും ഒരുപോലെയായിരുന്നു. ഇവിടെ ഭക്ഷണം 8:30 മണിക്ക് കൊടുക്കും, അമ്മിണിക്കുട്ടി പറഞ്ഞു. വർഗീസിനെ കണ്ടില്ലല്ലോ? വാസുദേവൻ ചോദിച്ചു. സാറ് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വരും, അവിടെയുണ്ട്, അമ്മിണിക്കുട്ടി പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ഇരുട്ടിന് കട്ടി കൂടി വന്നു. 9 മണിയായപ്പോൾ വാസുദേവൻ ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണം. അമ്മിണിക്കുട്ടി അമ്മയുണ്ടാക്കുന്ന ആഹാരത്തിന് നല്ല രുചിയുണ്ടെന്ന് വാസുദേവന് തോന്നി. കഴിക്കുന്തോറും കുറച്ചുകൂടി കഴിച്ചാലോ എന്ന് തോന്നുന്ന ഭക്ഷണം. ആഹാരം കഴിഞ്ഞ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഗീസ് വന്നു. ഭക്ഷണം കഴിച്ചോ സാറേ? നന്നായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ല ഭക്ഷണം കഴിക്കുന്നത്, വാസുദേവൻ പറഞ്ഞു. വർഗീസ് ഇരിക്ക്, കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. വർഗീസിനെ കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞില്ല. പറയൂ, കേൾക്കട്ടെ. സിനിമയ്ക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം. വാസുദേവൻ കട്ടിലിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. എൻ്റെ വീട് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്താ, വർഗീസ് പറഞ്ഞു തുടങ്ങി. വീട്ടിൽ ഭാര്യയും ഒരു മകളുമാണുള്ളത്. ഭാര്യ കത്രീന, മകൾ സെലിൻ. എൻ്റെ അപ്പൻ അവിടുത്തെ സെൻറ് മേരീസ് പള്ളിയിലെ കപ്പ്യാരായിരുന്നു. അപ്പൻ്റെ കാലശേഷം ഞാൻ ഇവിടെ വന്നുകൂടി. അപ്പൻ്റെ പരിചയത്തിലുള്ള ഒരാളുടെ ആയിരുന്നു ഈ ലോഡ്ജ്. അങ്ങനെ ഇവിടെ ജോലിക്കാരനായി. ഞാൻ ഇവിടെ വരുമ്പോൾ അമ്മിണിയമ്മ ഇവിടെയുണ്ട്. അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ ഇവിടെയാണ് അവരുടെ ജീവിതം, വർഗീസ് ചുരുക്കി പറഞ്ഞു നിർത്തി. വർഗീസ്, ഞാൻ ഇവിടേക്ക് വരുന്നത് മുതൽ ഒരു പന്തികേടാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടെ എത്തിയത് ഏതോ മുൻജന്മ സുഹൃതം കൊണ്ടാണ്. ഈ അപശകുനങ്ങളെക്കുറിച്ച് വർഗീസിന് എന്തെങ്കിലും അറിയാമോ?
സത്യത്തിൽ ഈ മുറിയിൽ പോലും ഇരിക്കാൻ ഉള്ളിൽ ഭയമുണ്ട്. കഥ എഴുതാതെ തിരിച്ചു പോകുവാൻ പറ്റില്ല. വാസുദേവൻ തൻ്റെ ഉള്ളിലുള്ള വികാരം വർഗീസിനോട് പറഞ്ഞു. സാറ് പറഞ്ഞ പോലെ ഇവിടെ ഇതിനു മുൻപ് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്, വർഗീസ് പറഞ്ഞു. പിന്നെ സാറേ, ഈ മുറി കുറച്ചു നാളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. വേറെ മുറിയില്ലാത്തതിനാൽ സാറിന് വേണ്ടി ഇന്നലെയാണ് ഇത് തുറന്ന് നന്നാക്കിയിട്ടത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണും ഇതിനകത്ത്, വർഗീസ് മുറിയിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. വർഗീസെ, ഒരു ജനാല തുറക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ മറ്റേ ജനാല തുറക്കാൻ പറ്റുന്നില്ല. അതൊന്ന് നോക്കണം. നാളെ ഇതെല്ലാം തുറന്നിട്ടാലേ നല്ല കാറ്റ് കയറുകയുള്ളൂ, വാസുദേവൻ വർഗീസിനോട് പറഞ്ഞു. സാറേ, ആ ജനൽ തുറക്കണ്ട. അതിനപ്പുറത്ത് എന്തൊക്കെ വൃത്തികെട്ട സ്ഥലമാണെന്ന് തോന്നുന്നു. വിക്രമൻ മുതലാളിയും അത് തന്നെയാ പറഞ്ഞത്. വിക്രമൻ ലോഡ്ജിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥനാണ്. ഫിലിം പ്രൊഡ്യൂസർ ഫെർണാണ്ടസും വിക്രമനും ഉറ്റ സുഹൃത്തുക്കളും ബിസിനസ് പാർട്ട്ണർമാരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസുദേവൻ ഇവിടം കഥ എഴുതാൻ തിരഞ്ഞെടുത്തത്. വാസുദേവന് ആകാംക്ഷയുണ്ടായി. എന്തായിരിക്കും ആ ജനാലയ്ക്ക് പുറത്ത്? എന്തായാലും നാളെ നോക്കിയിട്ട് തന്നെ. എന്നാൽ അത് വർഗീസിനോട് പറഞ്ഞില്ല. സാറേ, ഞാൻ പൊക്കോട്ടെ, വർഗീസ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. സാറ് കിടന്നു. സമയം 10:30 കഴിഞ്ഞു. നാളെ കാണാം. വർഗീസ് യാത്ര പറഞ്ഞു പോയി. തനിച്ചായപ്പോൾ ഏകാന്തത അയാളെ പിടികൂടി, ഒപ്പം ഒരു ഭീതിയും. മുറിയുടെ ഓരോ കോണിലും അദൃശ്യമായ എന്തോ ഉണ്ടെന്ന തോന്നൽ, ഏതോ കറുത്ത ശക്തി. പുറത്തെ ഇരുട്ടിന് കനം കൂടി വന്നു, കൂടെ നിശബ്ദതയും. കിടക്കാൻ തുടങ്ങുമ്പോഴാണ് കഥകൾ മുട്ടുകേട്ടത്. ചെന്ന് വാതിൽ തുറന്നപ്പോൾ മുൻപിൽ അമ്മിണിക്കുട്ടി. കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നതാ. മൺകൂജയിൽ കൊണ്ടുവന്ന വെള്ളം അകത്ത് കൊണ്ട് വെച്ചതിന് ശേഷം അമ്മിണിക്കുട്ടി പുറത്തേക്ക് നടന്നു. കഥകടച്ച് കിടക്കയിൽ വന്നിരുന്നു. നല്ല ക്ഷീണം. ലൈറ്റ് അണച്ച് കിടന്നു. എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഓരോന്നും ഓർത്ത് മയക്കത്തിലേക്ക് വഴുതി വീണു. ക്ലോക്കിൽ 12 മണി അടിക്കുന്ന ശബ്ദം കേട്ടാണ് മയക്കത്തിൽ നിന്ന് വാസുദേവൻ ഞെട്ടിയുണർന്നത്. ക്ലോക്കിലെ പെൻഡുലം നിർത്താതെ അടിക്കുന്നു. ആ ശബ്ദം ഇരുട്ടിൽ മുറിക്കുള്ളിൽ അലയടിച്ചു. ശബ്ദം നിലച്ചപ്പോൾ ഒരു സമാധാനം തോന്നി. വീണ്ടും മയങ്ങാൻ തുടങ്ങിയപ്പോൾ ക്ലോക്ക് വീണ്ടും മുഴങ്ങാൻ തുടങ്ങി. ഒപ്പം മുറിക്കുള്ളിലെ തണുപ്പ് കൂടി വരുന്നു. പുറത്തെവിടെയോ കാറ്റിൻ്റെ ചൂളം വിളി ശബ്ദം, കൂടാതെ ഒരു ചിറകടി ഒച്ചയും. എവിടെന്നോ ഒരു വണ്ട് മുറിക്കുള്ളിൽ വലിയ ഹുങ്കാര ശബ്ദത്തോടെ പറന്നു നടന്നു. വാസുദേവൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം കൂടുകെട്ടി. ശ്വാസമടക്കി കാതോർത്ത് അനങ്ങാതെ കിടന്നു. നെഞ്ചിടിപ്പ് കൂടി വരുന്നു. പെട്ടെന്ന് മുറിക്കുള്ളിൽ പുക ഉയരുവാൻ തുടങ്ങി. പുകയ്ക്കൊപ്പം മനമിടിപ്പിക്കുന്ന ഗന്ധം, മനുഷ്യമാംസം കരിയുന്ന മണം. ആ മണം വർദ്ധിക്കുകയാണ്. വാസുദേവന് ഛർദ്ദിക്കാൻ തോന്നി. താനൊന്ന് അനങ്ങിയാൽ ആക്രമിക്കാൻ തക്കം പാർത്ത് ഇരുട്ടിൽ ആരോ പതുങ്ങിയിരിക്കുന്നതായി ഒരു ശങ്ക. ഈ മാംസം കരിയുന്ന രൂക്ഷഗന്ധം എവിടെ നിന്നാണ്? അതേ നിമിഷം ജനാലയുടെ കൊളുത്തെടുക്കുന്ന ശബ്ദം കേട്ടു. ആരാണ്? കണ്ണുകൾ ജനാലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അയാൾ അറിഞ്ഞു. തുറക്കാൻ നോക്കിയിട്ട് തനിക്ക് സാധിക്കാത്ത ആ ജനാലകൾ മെല്ലെ തുറന്നു വരുന്നു. അവിടെ നിന്നുമാണ് കരിഞ്ഞ മനുഷ്യമാംസത്തിൻ്റെ രൂക്ഷഗന്ധം അകത്തേക്ക് വരുന്നത്. വാസുദേവന് ഭയം കൊണ്ട് ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി. ആരാണവിടെ? ചോദിക്കണമെന്നുണ്ട്. ഭയം മൂലം ശബ്ദം തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. പെട്ടെന്ന് ജനാലയ്ക്കിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. കണ്ണുകൾ തിളങ്ങുന്നു. ചോരയുടെ മണം അകത്തേക്ക് ചെറിയ കാറ്റിൽ അടിച്ചു കയറുന്നു. ചോര നിറമുള്ള പല്ലുകൾ ഇരുട്ടിലും തെളിഞ്ഞു നിന്നു. വായിൽ നിന്നും ചോര ഇറ്റിറ്റ് വീഴുന്നു. കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തിൽ ആ രൂപം അപ്രത്യക്ഷമായി. കുറച്ചു സമയം കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കാത്തതിനാൽ മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അറിഞ്ഞു, അടുത്താരോ കിടക്കുന്നു. അത് തന്നെ തുറച്ചു നോക്കുന്നു. ആ രൂപം വാ തുറന്നപ്പോൾ ചീഞ്ഞ മാംസഗന്ധം അവിടെ നിറഞ്ഞു. അതിൻ്റെ വായിൽ നിന്നും മഴ പെയ്യുന്നത് പോലെ എന്തോ തൻ്റെ തലയിലും മുഖത്തും ദേഹത്തും വന്നു വീണു. ദേഹം മൊത്തം നനഞ്ഞിരിക്കുന്നു, മഴയത്ത് നിന്ന പോലെ. പെട്ടെന്ന് ആരോ സ്വിച്ചിട്ടതുപോലെ ലൈറ്റ് തെളിയുകയും അണയുകയും ചെയ്തു. ആ വെളിച്ചത്തിൽ വാസുദേവൻ കണ്ടു, ദേഹം മൊത്തം രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൊഴുത്ത കട്ടച്ചോര. നിലവിളിച്ചെങ്കിലും ഒച്ച വന്നില്ല. കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട പോലെ. കെടുകയും തെളിയുകയും ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റ് തെളിഞ്ഞു നിന്നു. ഒരുവിധം ചാടി എഴുന്നേറ്റ വാസുദേവൻ ചുറ്റും നോക്കി. റൂമിൽ ഒന്നുമില്ല, ദേഹത്ത് ചോരയുമില്ല. പക്ഷേ ആ ജനാല തുറന്നു കിടക്കുന്നു. വർഗീസ് തുറക്കരുത് എന്ന് പറഞ്ഞ അതേ ജനാല. വാസുദേവൻ വിറയ്ക്കുന്ന കാലടികളോടെ ആ ജനാലയുടെ നേരെ നടന്നു.
ഭയം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ചില ഭാഗങ്ങളിൽ നിലാവെളിച്ചം ചിതറിക്കിടക്കുന്നു. അവിടങ്ങളിലായി ശവക്കല്ലറകൾ. നോക്കി നിൽക്കെ ഒരു ശവക്കല്ലറയുടെ മൂടി മെല്ലെ തെന്നി മാറാൻ തുടങ്ങി. കല്ലറയ്ക്കുള്ളിൽ നിന്നും 2 കൈകൾ മെല്ലെ പൊങ്ങി വന്നു. കൂർത്ത നഖങ്ങൾ നീണ്ടു നിൽക്കുന്നു. അതിനു പുറകെ ഒരു മനുഷ്യരൂപം ഉയർന്നു വന്നു. ആ രൂപം കല്ലറയ്ക്ക് പുറത്തു വന്നു. കണ്ണുകൾ തീപ്പന്തം പോലെ കത്തുന്നു. കയ്യിൽ ഒരു മനുഷ്യൻ കിടന്ന് പിടയ്ക്കുന്നു. ആ വികൃത രൂപം കയ്യിലിരുന്ന മനുഷ്യനെ തറയിലടിച്ചു. ചങ്ക് തകരുന്ന നിലവിളി. ആർത്തട്ടഹസിക്കുന്ന ഭീകരരൂപം. മനുഷ്യന്റെ തല പിരിച്ചു പറിച്ചെടുത്തു. ദൂരേക്കെറിഞ്ഞു. കയ്യും കാലും ചവിട്ടിപ്പിടിച്ച് വലിച്ചു കീറി. പൊക്കിയെടുത്ത് അടുത്തു നിന്ന മരത്തിൽ ആഞ്ഞടിച്ചു. ഒരു മാംസകഷ്ണം തെറിച്ചു വന്ന് വാസുദേവൻ നിന്ന ഭാഗത്തേക്കുള്ള ജനാലയിലൂടെ മുറിക്കുള്ളിൽ വീണു. ആ ഭീകരരൂപത്തിന്റെ ശരീരത്തിൽ നിന്നും പതുക്കെ മാംസങ്ങൾ വേർപെടുവാൻ തുടങ്ങി. അവസാനം അതൊരു അസ്ഥികൂടമായി മാറി. വാസുദേവൻ നിൽക്കുന്ന ജനാലയ്ക്ക് നേരെ ആ രൂപം തിരിഞ്ഞു നോക്കി. ആ രൂപം തുറന്നു കിടക്കുന്ന ജനാലയുടെ നേരെ നടന്നടുക്കുകയാണ്. ആ പൈശാചിക രൂപത്തിന്റെ ശരീരത്തിലെ മാംസങ്ങളെല്ലാം അടർന്നു പോയിരിക്കുന്നു. ഒരു ചലിക്കുന്ന അസ്ഥികൂടം. അതിന്റെ തലയോട്ടിയിലെ കണ്ണുകളുടെ സ്ഥാനത്ത് 2 വലിയ കുഴികളാണ്. അസ്ഥികൂടത്തിന്റെ ഉള്ളിൽ നെഞ്ചിന്റെ ഭാഗത്ത് ഹൃദയവും കരളും കുടലുമെല്ലാം കൂടി അഴുകി ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. ഒരു കരിക്കട്ട പോലെ. കൈകൾ മാംസങ്ങളില്ലാത്ത എല്ലുകൾ മാത്രമാണ്. കൈവിരലുകളുടെ അറ്റത്ത് നഖങ്ങൾ നീണ്ടു കൂർത്തു നിൽക്കുന്നു. അത് വളർന്നു വളർന്ന് നീളം കൂടി അതിനറ്റം കൈപ്പത്തികളായി രൂപം പ്രാപിച്ച് ഓരോന്നും 6 വിരലുകളായി മാറിയിരിക്കുന്നു. ആ രൂപം നടന്നടുക്കുകയാണ്. വാസുദേവന്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. പെട്ടെന്ന് ക്ലോക്കിൽ 12 മണി മുഴങ്ങി. നിശബ്ദതയിലെ ആ ശബ്ദം ഹൃദയത്തിൽ ഭയത്തിന്റെ വ്യാപ്തി കൂട്ടി. ക്ലോക്കിന്റെ പെൻഡുലം നിർത്താതെ തുടർച്ചയായി അടിക്കുകയാണ്. ഏതോ ഒരു ചെകുത്താന്റെ അലർച്ച പോലെയാണ് വാസുദേവന് തോന്നിയത്. ശബ്ദം കേട്ടിട്ടെന്നോണം ആ ഭീകരരൂപി ഒന്ന് നിന്നു. നിലാവെളിച്ചം മങ്ങാൻ തുടങ്ങി. ഉള്ളുകുടുങ്ങുന്ന ഒച്ചയിൽ ആ രൂപി അതിഭയാനകമായി അലറുകയാണ്. വാ തുറന്നപ്പോൾ ഒരു വലിയ ഗുഹ രൂപം കൊണ്ടതുപോലെയാണ് വാസുദേവന് തോന്നിയത്. അസ്ഥികൾ മാത്രമുള്ള കൈപ്പത്തി വായ്ക്കുള്ളിലേക്ക് കുത്തിയിറക്കി ഒരു മനുഷ്യത്തല പുറത്തെടുത്തു. ആ തലയോട്ടി ജീവനുള്ള ഒരു മനുഷ്യന്റെ കഴുത്തിൽ നിന്നും വെട്ടിയെടുത്തതുപോലെ കാണപ്പെട്ടു. അതിന്റെ കണ്ണുകൾ തുറന്ന് കൃഷ്ണമണികൾ ചലിച്ചുകൊണ്ടിരുന്നു. കൈപ്പത്തിക്കുള്ളിലിരുന്ന് ആ തല വട്ടം കറങ്ങി. കണ്ണുകൾ മിഴിച്ച് നാക്ക് പുറത്തേക്ക് നീട്ടി. അതിന്റെ വായ്ക്കുള്ളിൽ നിന്നും പുക പുറത്തേക്ക് വരുവാൻ തുടങ്ങി. അതേ നിമിഷം വാസുദേവന്റെ മുറിയിൽ നിന്നും പുക ഉയരുവാൻ തുടങ്ങി. പുറത്തേക്ക് നോക്കി നിൽക്കുന്ന വാസുദേവൻ അതറിഞ്ഞില്ല. മുറിക്കുള്ളിൽ നിന്നും അഴുകിയ മാംസത്തിന്റെ ഗന്ധം വന്നപ്പോൾ പെട്ടെന്ന് വാസുദേവൻ മുറിക്കുള്ളിലേക്ക് തിരിഞ്ഞു നോക്കി. മുറിക്കുള്ളിലാകെ പുക നിറയുന്നു. ഒപ്പം രൂക്ഷമായ അഴുകിയ മാംസഗന്ധം. വാസുദേവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പുറത്തേക്ക് നോക്കിയപ്പോൾ അയാൾ ഞെട്ടി. അവിടെ കണ്ട ഭീകര രൂപത്തെ കാണാനില്ല. മാത്രമല്ല തലയോട്ടിയും അപ്രത്യക്ഷമായിരിക്കുന്നു. എവിടെ പോയി? അതുവരെ നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ക്ലോക്ക് നിശ്ചലമായിരിക്കുന്നു. നിലാവ് നേർത്തു മങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ കറുത്ത കാർമേഘങ്ങൾക്കിടയിൽ എന്തോ കണ്ട് പേടിച്ച് ഒളിക്കാൻ തിടുക്കപ്പെടുന്നത് പോലെ. ഇരുട്ടിന് കട്ടി കൂടി വരുന്നു. പെട്ടെന്ന് അകലെ എവിടെയോ ഒരു പട്ടി നീട്ടി ഓരിയിടുന്നു. മറ്റുള്ള പട്ടികൾ അത് ഏറ്റുപിടിച്ച് കൂട്ടക്കാലൻ കൂവിച്ചയായി മാറി. പുറത്ത് ചെറിയ ചാറ്റൽ മഴയും മിന്നലും. ചെറിയ കാറ്റ് ക്രമേണ കൊടുങ്കാറ്റായി മാറി. കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. ശവക്കല്ലറകൾക്കപ്പുറത്ത് നിൽക്കുന്ന കരിമ്പനകൾ യക്ഷികളെപ്പോലെ ഉറഞ്ഞു തുള്ളുന്നതായി വാസുദേവന് തോന്നി. ഭയങ്കരമായ ഒരു മിന്നലും ദിക്കുകൾ തകരുന്ന ശബ്ദത്തിൽ ഒരു വെള്ളിടിയും മുഴങ്ങി. ഇടിയേറ്റ് ഒരു കരിമ്പന വട്ടമൊടിഞ്ഞു. കാറ്റിൽ പറന്നു പൊങ്ങി. പെട്ടെന്ന് മറ്റൊരിടിയും. അതിൽ കാറ്റിൽ പറന്ന കരിമ്പനയ്ക്ക് തീ പിടിച്ചു. വായുവിൽ അതൊരു തീഗോളമായി വട്ടം കറങ്ങി കിഴക്ക് ദിക്കിലേക്ക് പാഞ്ഞുപോയി. കൂടെ ഒരു നിലവിളിയും അലർച്ചയും. തുറന്നുകിടന്ന ശവക്കല്ലറയുടെ മൂടി മെല്ലെ നിരങ്ങി പഴയ രീതിയിൽ അടയ്ക്കപ്പെട്ടു. വാസുദേവന് തൻ്റെ ചലനശേഷിയും സ്ഥിരബുദ്ധിയും നഷ്ടപ്പെട്ടതുപോലെ തോന്നി. തലയ്ക്കുള്ളിലാകെ ഒരു പരുപരിപ്പ്. പേടികൊണ്ട് ദേഹത്തെ ഓരോ രോമങ്ങൾ പോലും എഴുന്നേറ്റ് നിൽക്കുന്നു. ദേഹം ആകെ ഒരു തരിപ്പ്. മുറിക്കുള്ളിലെ പുക മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. പക്ഷേ ചീഞ്ഞ മാംസഗന്ധം മുറിക്കുള്ളിൽ തങ്ങി നിന്നു. മനം പുരട്ടി വരുന്ന പോലെ. പേടികൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. വർഗീസിനെയും അമ്മിണിയമ്മയെയും വിളിച്ചാലോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വാതിൽക്കൽ ചെന്ന് കതക് തുറക്കാൻ തുടങ്ങുമ്പോൾ തെളിഞ്ഞു നിന്ന ബൾബ് കെട്ടുപോയി.
മുറിയിൽ ഇരുട്ട് നിറഞ്ഞു. കുറച്ചു നിമിഷങ്ങൾ മുറിയിൽ കനത്ത നിശബ്ദത. ഒരു മുട്ടുസൂചി വീണാൽ കേൾക്കാം. ഇരുട്ടിൽ പതുങ്ങി നിന്ന വാസുദേവൻ കേട്ടു മുറിക്കുള്ളിൽ നിന്നും ഒരു തേങ്ങിക്കരച്ചിൽ. പെട്ടെന്നായിരുന്നു അതൊരു പൊട്ടിച്ചിരിയായി മാറിയത്. അപ്പോൾ ഉണ്ടായ മിന്നലിൻ്റെ വെളിച്ചത്തിൽ വാസുദേവൻ കണ്ടു തുറന്നു കിടക്കുന്ന ജനൽപ്പാളിക്കപ്പുറത്ത് 2 ചോര കണ്ണുകൾ തന്നെ തുറിച്ചു നോക്കുന്നു. അവിടെ നിന്നും മുരൾച്ചയും കേൾക്കാം. അത് തന്നെ ആക്രമിക്കാൻ ഇപ്പോൾ തന്നെ ചാടി വീഴുമെന്ന് ഭയന്ന് പതുക്കെ പോയി ബെഡിലിരുന്നു. ശ്വാസം വിടാൻ പോലും കഴിയാത്ത ഒരു തരം വിറയൽ. പെട്ടെന്ന് ബൾബ് തെളിഞ്ഞു. മുറിയിൽ വെളിച്ചം വന്നു. വാസുദേവൻ വീണ്ടും ഞെട്ടി. കാരണം ആ ഭീകരരൂപം വലിച്ചു കീറിയ മുറിയിലേക്ക് എറിഞ്ഞ മനുഷ്യൻ്റെ മാംസകഷ്ണം ഇപ്പോൾ മുറിയിൽ കാണാനില്ല. വാസുദേവൻ മുറിയിലാകെ നോക്കി. എങ്ങും കാണാനില്ല. ജനാലയ്ക്കപ്പുറത്ത് കുറച്ചു മുൻപ് കണ്ട കണ്ണുകൾ ഇപ്പോൾ കാണുന്നില്ല. വാസുദേവൻ അങ്ങോട്ട് നടന്നു. തുറന്നു കിടന്ന ജനൽപ്പാളികൾ വളരെ വേഗത്തിൽ വലിച്ചടച്ചു, കൊളുത്തിട്ടു. അപ്പോൾ ആ മാംസഗന്ധം ഇല്ല മുറിക്കുള്ളിൽ. കുറച്ച് സമാധാനം തോന്നി. കിടക്കയിൽ വന്നിരുന്നു. എന്താണ് തനിക്ക് മാത്രം ഇതുപോലെ ഒരു ദുർവിധി? നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് 2 ദിവസമാകുന്നു. ഇങ്ങോട്ട് കഥ എഴുതാൻ ഇറങ്ങി നേരത്തെ സ്വയം പഴിച്ചു. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നൊരു ഊഹവുമില്ല. ലൈറ്റ് അണച്ചു. ഓരോന്നും ആലോചിച്ച് കിടക്കയിൽ കിടന്നു. കുറച്ച് മയങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത് കിടക്കയിൽ ആരോ ഉണ്ടെന്നൊരു തോന്നൽ. തിരിഞ്ഞ് കൈകൊണ്ട് തപ്പി നോക്കിയപ്പോൾ കിടക്കയിൽ എന്തോ ഇരിക്കുന്നു. ചാടി എഴുന്നേറ്റ് സ്വിച്ചിട്ട് കിടക്കയിൽ ഒരു മനുഷ്യൻ്റെ തല ഇരിക്കുന്നു. വിടർന്ന കണ്ണുകൾ പൈശാചികത നിറഞ്ഞു നിൽക്കുന്നു. നോക്കി നിൽക്കെ 2 കൊമ്പുകൾ മുളച്ചു വന്നു. താടിയിൽ രോമം കിളിർത്തു. മുഖത്തെ ഭാവം മാറി. മാംസപേശികൾ വലിഞ്ഞു മുറുകി പൊട്ടിക്കീറി. മുറിവിൽ നിന്നും രക്തമൊഴുകി. വാ തുറന്നപ്പോൾ വെളുപ്പും കറുപ്പും ചേർന്ന് വൃത്തികെട്ട പല്ലുകൾ പുറത്തേക്ക് നീണ്ട് മൂക്കിനറ്റം നീണ്ടു കൂർത്തു വന്നു. അത് തന്നെ നോക്കി പല്ലെളിക്കുന്നു. ഭയം കൂടിക്കൂടി വിറയലായി. പതുക്കെ വാസുദേവൻ്റെ ബോധം മറഞ്ഞു. സെന്റ് മേരീസ് പള്ളി. സമയം വെളുപ്പിന് 3 മണി. പള്ളിമേട. ഫാദർ മാത്യൂസ് കോട്ടയ്ക്കൽ വികാരി എന്തോ ശബ്ദം കേട്ടാണ് ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. സാധാരണ വെളുപ്പിന് 4:30 ഉണർന്ന് നടക്കാൻ പോകുന്ന ശീലമുണ്ട് ഫാദർ മാത്യൂസിന്. പക്ഷേ ഇന്ന് നേരത്തെ ഉണർന്നു. വല്ലാത്ത ദാഹം. എഴുന്നേറ്റ് മുറിക്ക് പുറത്ത് ഇടനാഴിയിൽ മൺകൂജയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഫാദർ അങ്ങോട്ട് നടന്നു. വെള്ളം കുടിച്ച് തിരിയുമ്പോഴാണ് കണ്ടത് ജനാലയുടെ പുറത്ത് അങ്ങ് അകലെ ആകാശത്ത് ഒരു തീഗോളം. അത് വേഗത്തിൽ വരികയാണ്. അതും പള്ളിക്ക് നേരെ. അത് വന്ന് പള്ളിയുടെ മുകളിലുള്ള കുരിശിൽ വന്നിടിച്ചു. തീഗോളം 4 പാടും ചിതറിത്തെറിച്ചു. കുരിശൊടിഞ്ഞ് താഴേക്ക് പതിച്ചു. ഫാദർ ഞെട്ടിപ്പോയി. വല്ല ഉൽക്കകളുമാണോ? അത് വന്ന് ഇടിച്ച് കുരിശൊടിഞ്ഞു പോയിരിക്കുന്നു. എന്തോ ദുർനിമിത്തം. അവിടെ വരെ പോയി നോക്കാൻ മനസ്സ് പറയുന്നു. ചെറിയ ചാറ്റൽ മഴയുമുണ്ട്. കുടയുമെടുത്ത് തലയിലൊരു തൊപ്പിയും വെച്ച് ലൈറ്റുമെടുത്ത് പുറത്തേക്ക് നടന്ന്. പുറത്ത് നല്ല മഞ്ഞുണ്ട്, ഒപ്പം തണുപ്പും. പള്ളിക്ക് നേരെ നടക്കുമ്പോൾ ഫാദർ മാത്യൂസ് അസ്വസ്ഥനായിരുന്നു. പള്ളിക്ക് മുൻപിലെത്തിയ ഫാദർ കണ്ടു കത്തിക്കരിഞ്ഞ എന്തോ കിടക്കുന്നു. അടുത്തു ചെന്നപ്പോൾ കണ്ടു ഒരു മനുഷ്യൻ്റെ കത്തിക്കരിഞ്ഞ ശവം. പള്ളിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. ഈ സമയം ആരായിരിക്കും പള്ളിക്കുള്ളിൽ? പ്രാർത്ഥിക്കാൻ ഈ സമയം ആരെങ്കിലും വരുമോ? ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയ ഫാദർ ഒന്നറച്ചു. പള്ളിക്കുള്ളിലേക്ക് ഒരാൾ നടന്നു പോയ കാൽപ്പാടുകൾ മുഴുവൻ ചോരയിൽ പുതഞ്ഞിരിക്കുന്നു. അത് അൾത്താരയ്ക്ക് നേരെയാണ് പോയിരിക്കുന്നത്. ഫാദർ ചോര പുരണ്ട കാൽപ്പാടുകൾ പിന്തുടർന്നു. അൾത്താരയ്ക്ക് മുൻപിൽ വെച്ച് അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഫാദർ ചുറ്റും നോക്കി. പള്ളിക്കുള്ളിൽ ആരെയും കാണാനില്ല. ആരാണിത്? പുറത്ത് കിടക്കുന്ന കരിഞ്ഞ ശവം ആരുടെയാണ്? എങ്ങനെ ഇവിടെ വന്നു? ഫാദർ വേഗം പള്ളിയുടെ പുറത്തിറങ്ങി വാതിൽ അടച്ചു പൂട്ടി. തിരിഞ്ഞ ഫാദർ കണ്ടു പള്ളിയുടെ മുൻപിൽ കിടന്ന കരിഞ്ഞ ശവം അവിടെ കാണാനില്ല. എന്തോ പന്തികേടുണ്ട്. മനസ്സിൽ ആരോ പറയുന്നു. താമസിക്കുന്ന മേടയ്ക്ക് നേരെ നടന്ന് ചുറ്റും നോക്കി. നിശബ്ദത മാത്രം. മുറിയുടെ മുൻപിലെത്തി വേഗം മുറിക്കുള്ളിൽ കടന്ന് വാതിലടയ്ക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് എന്തോ വന്നടിച്ച് കതക് അകത്തേക്ക് തുറന്ന് ഭിത്തിയിലിടിച്ചു. ഇടിയുടെ ശക്തിയിൽ ഫാദർ പുറകോട്ട് തെറിച്ച് ഭിത്തിയിലിടിച്ച് താഴെ വീണു. കതക് താനെ അടയപ്പെട്ടു. തലയിടിച്ചു വീണ ഫാദർ സാവകാശം കൈകുത്തി എഴുന്നേറ്റു. തല പൊട്ടി ചോര ഒലിച്ചിറങ്ങുന്നു. പൊട്ടിപ്പോകുന്ന വേദന. അപ്പോൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. പള്ളിമുറ്റത്ത് കണ്ട കരിഞ്ഞ ശവശരീരം തൻ്റെ കട്ടിലിൽ കിടക്കുന്നു. അത് മെല്ലെ എഴുന്നേറ്റു ഫാദറിനെ നോക്കി പല്ലിളിച്ചു. ഭയന്നു പകച്ചുപോയി ഫാദർ മാത്യൂസ്. പ്രേതകഥകളിൽ മാത്രം കേട്ടിട്ടുള്ള സംഭവങ്ങൾ തൊട്ടു മുൻപിൽ.
ഫാദർ കണ്ണുകൾ തിരുമ്മി അടച്ചു വീണ്ടും വീണ്ടും നോക്കി ആ ഭീകരരൂപത്തെ. ദേഹം മുഴുവൻ വ്രണങ്ങളോട് കൂടിയ കറുത്ത രോമമുള്ള ഭീമാകാരമായ ഒരു രൂപം. അപ്പോൾ ഫാദർ മാത്യൂസ് ഞെട്ടിക്കുന്ന ആ സത്യം തിരിച്ചറിഞ്ഞു. താൻ കാണുന്നത് സ്വപ്നമല്ല, മുൻപിൽ പൈശാചിക ശക്തി തന്നെ. അത് തന്നെ നോക്കി പല്ലിളിച്ചിരിക്കുകയാണ്. കൂർത്ത പല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. പല്ലുകൾക്ക് കറുത്ത നിറം. അതിൽ നിന്നും കറുത്ത രക്തം താഴേക്ക് തുള്ളിത്തുള്ളിയായി ഒഴുകുന്നു. അസാമാന്യമായ ദുർഗന്ധം മുറികളിലാകെ വ്യാപിക്കുന്നു. നോക്കി നിൽക്കെ ആ ഭീകരരൂപത്തിൻ്റെ ദേഹം ആകെ പൊട്ടിക്കീറുവാൻ തുടങ്ങി. മുറിവിൽ നിന്നും രക്തം ചീറ്റിത്തെറിച്ചു. ഫാദറിൻ്റെ ശരീരം മുഴുവൻ രക്തത്താൽ മൂടി. തൂവെള്ള ലോഹയിൽ മുഴുവൻ ചോരപ്പാടുകൾ. ഞെട്ടിവിറച്ച ഫാദർ കർത്താവിനെ വിളിച്ചു. ഫാദർ അലറിക്കരഞ്ഞു. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു കടന്നാൽ ഒരു പക്ഷേ രക്ഷപ്പെടാം. ഞൊടിയിടയിൽ ഫാദർ മാത്യൂസ് വാതിലിന് നേരെ കുതിച്ചു. ആ നിമിഷം മുറിക്കുള്ളിൽ നിന്നും അതിഭയാനകമായ ഒരു അലർച്ച മുഴങ്ങി. വാതിൽ കടന്ന് പുറത്തേക്ക് കുതിച്ച ഫാദർ പക്ഷേ പുറകിൽ നിന്നും ശക്തമായ ഒരു അടിയേറ്റ് വെളിയിലേക്ക് തെറിച്ചുപോയി. ഒരുവിധം എഴുന്നേറ്റ് ഫാദർ സർവ്വശക്തിയും സംഭരിച്ച് ഓടി. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. ഇല്ല, പുറകെ ആരും വരുന്നില്ല. പള്ളിക്ക് നേരെ പാഞ്ഞ ഫാദർ പ്രധാന വാതിലിനടുത്തെത്തിയപ്പോൾ അറിഞ്ഞു, കുറച്ചു മുൻപ് താൻ തന്നെയാണ് വാതിലടച്ചു പൂട്ടിയത്. താക്കോൽ മേടയിലാണ്. എങ്ങനെ തുറക്കും? ഭയം കൊണ്ട് ഫാദർ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. പുറകിൽ ഇരുട്ടും നിശബ്ദതയും മാത്രം. നിസ്സഹായനായ ഫാദർ പള്ളിയുടെ വാതിലിന് പുറത്തു നിന്നും കരഞ്ഞ് തൊണ്ടയിൽ നിന്നും ദൈവമേ കാത്തുകൊള്ളണമേ എന്ന ശബ്ദം മാത്രം പുറത്തേക്ക് വന്നു. എന്താ അച്ചോ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്? ചോദ്യം കേട്ട് ഫാദർ മാത്യൂസ് തിരിഞ്ഞു നോക്കി. മുൻപിൽ കപ്പ്യാർ തോമാച്ചി നിൽക്കുന്നു. കപ്പ്യാരെ കണ്ടപ്പോൾ ഫാദറിൻ്റെ ശ്വാസം നേരെ വീണു. ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചിട്ട് ഫാദർ കപ്പ്യാരെ നോക്കി. അയാൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഫാദർ കപ്പ്യാർ തോമാച്ചിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. തോമാച്ചി ഫാദറിൻ്റെ മുറിയിൽ പോയി നോക്കിയെങ്കിലും അവിടെ ഒന്നും കണ്ടില്ല. അച്ചോ, ഞാനൊരു സ്വപ്നം കണ്ടു. അച്ഛനെ ആരോ അപായപ്പെടുത്തിയെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് അച്ഛൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. തോമാച്ചി പറയുന്നത് കേട്ട് അച്ഛനും അസ്വസ്ഥനായി. അച്ഛാ വാ, ഒരു കാപ്പി ഇട്ട് തരാം. അച്ഛന് തോന്നിയതായിരിക്കും. ഞാൻ നോക്കിയിട്ട് അവിടെയൊന്നും കണ്ടില്ല. തോമാച്ചി അച്ഛനുമായി മുറിയിലേക്ക് തിരിച്ചു വന്നു. ഫാദർ മുറിയിലാകെ പരിശോധന നടത്തി. ക്രൂശിത രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നടന്നത് സത്യമോ മിഥ്യയോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെ കുഴങ്ങി. തോമാച്ചി കാപ്പിയുമായി വന്നു. ദാ അച്ഛാ കാപ്പി. ഇതങ്ങ് കുടിക്കുമ്പോൾ എല്ലാം മാറിക്കോളും. ഫാദർ കാപ്പി മേടിച്ചു കുടിച്ചു. തോമാച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ രുചികരമാണ്. അച്ചോ, ഞാനൊന്ന് വീട് വരെ പോയി വരാം. യാത്ര പറഞ്ഞ് തോമാച്ചി ഇറങ്ങി. കഷ്ടിച്ച് 1 കിലോമീറ്റർ ഉണ്ടാകും തോമാച്ചിയുടെ വീട്ടിലേക്ക്. കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലൂടെയുള്ള നടപ്പാത മാത്രമാണുള്ളത്. കയ്യിലിരിക്കുന്ന മെഴുകുതിരി അണഞ്ഞു പോകാതെ ശ്രദ്ധയോടെ നടന്നു. നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. കൂടെ തണുത്ത കാറ്റും. കാറ്റിൽ മെഴുകുതിരിയുടെ നാളം അണഞ്ഞു പോകാതിരിക്കാൻ തോമാച്ചി കഷ്ടപ്പെട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നു. മഴ വരാനുള്ള സാധ്യതയുണ്ട്. പകുതി വഴിയായപ്പോൾ ഒരു മൂത്രശങ്ക. മൂത്രമൊഴിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ പുറകിൽ നിന്നും ആരോ വിളിക്കുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. വീണ്ടും ആരോ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു, മുൻപിലൊരു കറുത്ത ചെന്നായ. ചുവന്ന നാക്ക് പുറത്തേക്കിട്ട് വെളുത്തു കൂർത്ത പല്ലുകൾ കാട്ടി നിൽക്കുകയാണ്. കണ്ണുകൾ തിളങ്ങുന്നു. നോക്കി നിൽക്കുന്തോറും അതിൻ്റെ വലിപ്പം കൂടി വന്നു. ആ കറുത്ത ചെന്നായയുടെ മുരൾച്ചയിൽ തോമാച്ചിയുടെ ഉള്ളു കിടുങ്ങി. ഏതു നിമിഷവും ചാടി വീണ് തന്നെ കടിച്ചു കീറി കൊല്ലുമെന്ന് തോന്നി. ഓടുകയല്ലാതെ മാർഗമില്ല എന്ന് തോന്നിയ നിമിഷം തോമാച്ചി മുന്നോട്ട് കുതിച്ച് പുറകെ ചെന്നായയും. ഒരു കല്ലിൽ തട്ടി തോമാച്ചി മറിഞ്ഞടിച്ചു വീണു. വലിയൊരു ഹുങ്കാര ശബ്ദത്തോടെ ആ കറുത്ത ചെന്നായ തോമാച്ചിയുടെ പുറത്തേക്ക് പാഞ്ഞു കയറി. കഴുത്തിൽ കോമ്പല്ലുകൾ ആഴ്ന്നിറങ്ങി. തോമാച്ചി പിടഞ്ഞു. ചുടുചോര ആ കറുത്ത ചെന്നായ വലിച്ചു കുടിച്ചു. പിടയുന്ന തോമാച്ചിയുടെ നെഞ്ച് കടിച്ചു കീറി. കൈകൾ കടിച്ചു പറിച്ച് വേർപെടുത്തി. തോമാച്ചിയുടെ ജീവൻ വേർപെട്ടുകൊണ്ടിരിക്കുന്ന ശരീരം കടിച്ചു പൊക്കിയെടുത്ത് നിലത്ത് ആഞ്ഞടിച്ചു. 2 കാലിൽ നിന്നുകൊണ്ട് ആ കറുത്ത ചെന്നായ തൻ്റെ മുൻകൈകൾ കൊണ്ട് തോമാച്ചിയുടെ ശരീരം പൊക്കിയെടുത്ത് പള്ളിക്ക് നേരെ നടന്നു, ഒരു മനുഷ്യനെ പോലെ. രാവിലെ പള്ളിയിൽ വന്നവരാണ് ആ കാഴ്ച കണ്ടത്. ഒരു മനുഷ്യൻ്റെ ശവശരീരം പള്ളിമണിയുടെ കയറിൽ തൂങ്ങിക്കിടക്കുന്നു. താഴെ കറുത്ത രക്തം തളം കെട്ടിക്കിടക്കുന്നു.
അടുത്തു വന്നവർ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. വയറ് മൊത്തം കീറിപ്പൊളിഞ്ഞ് കുടൽമാലകൾ തൂങ്ങിക്കിടക്കുന്നു. കണ്ണുകൾ രണ്ടും താഴേക്ക് വീഴാൻ പാകത്തിൽ നിൽക്കുന്നു. കൈകൾ രണ്ടും ഒടിച്ചു പറിച്ചു മാറ്റിയിരിക്കുന്നു. ശവത്തിന് ചുറ്റും ഈച്ചകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചുറ്റും ചീഞ്ഞ മാംസത്തിലെ ദുർഗന്ധം വമിക്കുന്നു. വിജനവീഥി 1-ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 2-ാം ഭാഗം നാളെ 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നാളെ വിജനവീഥി ഭാഗം 2-മായി കാണുന്നത് വരെ ബൈ ബൈ.